ഇൻഫോടെക്കിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. സോ ഇന്നത്തെ വീഡിയോയിൽ എൻവയോൺമെന്റൽ സ്റ്റഡീസിന്റെ ക്ലാസ് ആണ് നമ്മൾ എടുക്കാൻ പോകുന്നത്. ഓൾറെഡി നമ്മൾ ഫസ്റ്റ് യൂണിറ്റ് കവർ ചെയ്തിട്ടുണ്ടായിരുന്നു. സോ ഇന്ന് നമ്മൾ സെക്കൻഡ് യൂണിറ്റ് എക്കോസിസ്റ്റം എന്നുള്ള സെക്കൻഡ് യൂണിറ്റ് ആണ് പഠിക്കാൻ പോകുന്നത്. സോ ഫസ്റ്റ് യൂണിറ്റിൽ നമ്മൾ എൻവയോൺമെന്റിനെ കുറിച്ചും എൻവയോൺമെന്റിനെ എങ്ങനെയാണ് ഹ്യൂമൻസുമായിട്ട് കണക്റ്റഡ് ആയിട്ടുള്ളത്, അല്ലെങ്കിൽ എങ്ങനെയൊക്കെയാണ് നമുക്കത് ബെനിഫിറ്റഡ് ആയിട്ടുള്ളത് എന്നുള്ള കാര്യങ്ങളെല്ലാം ഫസ്റ്റ് യൂണിറ്റിൽ നമ്മൾ പഠിച്ചു അല്ലേ. സോ നമ്മൾ ഈ ഒരു സെക്കൻഡ് യൂണിറ്റിൽ എൻ്റയർ ആയിട്ട് പഠിക്കാൻ പോകുന്നത് എക്കോസിസ്റ്റത്തിനെ കുറിച്ചാണ്. ഓക്കെ, അപ്പോൾ എക്കോസിസ്റ്റം എന്നൊക്കെ നിങ്ങൾ മേ ബി കേട്ടിട്ടുണ്ടാവും. അത് നമ്മൾ ചെറിയ ക്ലാസ്സിലൊക്കെ പഠിച്ചിട്ടുള്ള ഒരു സംഭവം തന്നെയാണ്. ഓക്കെ, ആ കാര്യങ്ങൾ തന്നെയാണ് നമ്മൾ ഇവിടെയും പറയുന്നത്, കുറച്ചുകൂടെ ഡീറ്റെയിൽ ആയിട്ട് എല്ലാം കൂടെ ഒന്ന് പറയുന്നത് അത്രേ ഉള്ളൂ. എക്കോസിസ്റ്റം എന്താണ്? നമ്മൾ പലയിടത്തും പറയാറുണ്ട് എക്കോസിസ്റ്റം, നമ്മൾ താമസിക്കുന്ന ഈ ഒരു എക്കോസിസ്റ്റത്തിൽ ഇങ്ങനെയാണ്, എക്കോസിസ്റ്റത്തിന് ഇത് സംഭവിച്ചു, അങ്ങനെയൊക്കെ പറയാറുണ്ട്. എക്കോസിസ്റ്റത്തിന്റെ മീനിങ് എന്താണെന്ന് വെച്ചാൽ ആവാസ വ്യവസ്ഥേനെയാണ് എക്കോസിസ്റ്റം അഥവാ എക്കോസിസ്റ്റംസ് എന്ന് പറയുന്നത്. സോ ഫസ്റ്റ് തന്നെ ഈ ഒരു യൂണിറ്റിൽ എക്കോസിസ്റ്റത്തിന്റെ ഡെഫിനിഷൻ ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. സോ നമുക്കത് വായിക്കാം. What is an ecosystem? All human beings living at a particular place or unit on the earth, along with the plants and animals, develop relations with each other for our life, food, water and shelter. There are both living and non-living, interdependent and interrelated components in the unit. This distinct unit is called an ecosystem. ഓക്കെ, നമ്മളുടെ പ്രകൃതിയിൽ എല്ലാ സ്ഥലത്തും ജീവജാലങ്ങൾക്ക് ജീവിക്കാനായിട്ട് പറ്റില്ല, അല്ലെങ്കിൽ നമ്മളുടെ ഈ ഒരു ഭൂമിയിൽ എല്ലാ സ്ഥലത്തും മനുഷ്യന് ജീവിക്കാനായിട്ട് പറ്റില്ല അല്ലെ. പർട്ടിക്കുലർ ആയിട്ട് ഒരു പ്ലേസിലായിരിക്കും ജീവനുള്ള വസ്തുക്കളും ജീവനില്ലാത്ത വസ്തുക്കളും ജീവിക്കുന്നത്. ഇനി ജീവനുള്ള വസ്തുക്കൾക്കൊന്നും ഒരിക്കലും ജീവിക്കാൻ പറ്റാത്ത സ്ഥലങ്ങളും ഉണ്ട് നമ്മളുടെ ഭൂമിയിൽ. അപ്പോൾ ഈ നമുക്കിപ്പോൾ ഹ്യൂമൻ ബീങ്സിനാണെങ്കിലും പ്ലാന്റ്സിലാണെങ്കിലും ഈവൻ ഇഫ് അനിമൽസിന് ആണെങ്കിലും ഓർഗാനിസത്തിന് എനി ടൈപ്പ് ഓഫ് ഓർഗാനിസത്തിനാണെങ്കിലും ജീവിക്കുന്ന ആ ഒരു പ്ലേസ് അല്ലെങ്കിൽ ആ ഒരു യൂണിറ്റ് എന്ന് പറയുമ്പോൾ ആ ഒരു പ്ലേസ്, ആ ഒരു ലൊക്കാലിറ്റീനെയാണ് എക്കോസിസ്റ്റം അഥവാ ആവാസ വ്യവസ്ഥ എന്ന് പറയുന്നത്. ആവാസം എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ താമസിക്കുന്നതിനാണ് ആവസിക്കുന്നു എന്ന് പറയത്തില്ല. മീൻസ് എന്താണ്? താമസിക്കുന്നു, നമ്മൾ ആ ലീവ് ചെയ്യുന്ന അല്ലെങ്കിൽ നമ്മൾ ആ നിൽക്കുന്ന ആ ഒരു പ്ലേസിനെയാണ് ആവാസ വ്യവസ്ഥ എന്ന് പറയുന്നത്. അതാണ് ഇവിടെ കൊടുത്തിട്ടുള്ള ഡെഫിനിഷൻ ഓഫ് എക്കോസിസ്റ്റം. എക്കോ മീൻസ് എൻവയോൺമെന്റ്. നമ്മൾ നേരത്തെ എൻവയോൺ എന്നുള്ള ഒരു വേർഡിനെ കുറിച്ച് നേരത്തെ കഴിഞ്ഞ യൂണിറ്റ് പഠിച്ചിട്ടുണ്ടായിരുന്നു. എൻവയോൺ എന്നുള്ള വേർഡ് എവിടെ നിന്നാണ് വരുന്നത്? ഫ്രഞ്ച് വേർഡായിട്ടുള്ള എൻവയോൺമെന്റ് എന്ന വേർഡ് എങ്ങനെയാണ് വന്നത്? ഫ്രഞ്ച് വേർഡായിട്ടുള്ള എൻവയോൺ എന്നുള്ള ഒരു വേർഡിൽ നിന്നാണ് എൻവയോൺമെന്റ് എന്നുള്ള ഒരു പദം വന്നത്. എൻവയോൺമെന്റിന്റെ മീനിങ് എന്തായിരുന്നു? ടു സറൗണ്ട് എന്നായിരുന്നു മീനിങ്. അതുപോലെ തന്നെ എക്കോസിസ്റ്റത്തിന്റെ എക്കോ മീൻസ് എൻവയോൺമെന്റ്. എക്കോന്നിന്റെ ആ ഒരു അർത്ഥം വരുന്നത് എൻവയോൺമെന്റ് അല്ലെങ്കിൽ നമ്മളുടെ ആ ഒരു ചുറ്റിനെയാണ് എക്കോ എന്നുള്ള ഒരു വേർഡ് വെച്ച് അർത്ഥമാക്കുന്നത്. ദ വേർഡ് എക്കോസിസ്റ്റം വാസ് കോയിൻഡ് ബൈ പ്രൊഫസർ ആർതൂർ ടാംസ്ലി ഇൻ 1935. അപ്പോൾ ഇത് നിങ്ങൾക്ക് എക്സാമിന് മേ ബി വരാനുള്ള ചാൻസ് ഉണ്ട്. ഈ തന്നിട്ടുള്ള ഓപ്ഷനിൽ 4 ഓപ്ഷനിൽ ആരാണ് ഫസ്റ്റ് എക്കോസിസ്റ്റം എന്നുള്ള ആ ഒരു വേർഡ് കോയിൻ ചെയ്തത് അല്ലെങ്കിൽ ഫസ്റ്റ് പ്രൊനൗൺസ് ചെയ്ത് ആരെന്ന് ചോദിച്ചാൽ ആരാണ്? പ്രൊഫസർ ആർതൂർ ടാംസ്ലി ഇൻ 1935. ഓക്കെ, the organisms in an area interact with their physical environment for the transfer, storage of flow of energy and cycling of materials through the ecosystem. The processes in an ecosystem are the consumers and the biotic elements producer. These 3 parts the process in an ecosystem are energy dependent. Its 3 parts are producers, the consumers and abiotic elements. All the energy of the ecosystem is derived from the sun, which disappears as heat. Different ecosystems have different composition, different number of energy kinds of species, different proportions of നോൺ ബയോളജിക്കൽ കൺസ്റ്റിറ്റ്യൂഷൻസ്. അപ്പോൾ ഇവിടെ പറഞ്ഞിട്ടുള്ളത് എക്കോസിസ്റ്റം അല്ലെങ്കിൽ ആ ഒരു ആവാസ വ്യവസ്ഥയിൽ എല്ലാ കമ്പോണൻസും ഉണ്ട് അല്ലേ. ജീവനുള്ള വസ്തുക്കളും ജീവനില്ലാത്ത വസ്തുക്കളും എല്ലാം ഉണ്ട്. ഇവർ ഈ ഒരു ആവാസ വ്യവസ്ഥയിൽ എല്ലാം ഇന്റർ കണക്റ്റഡ് ആണ്. നമ്മൾ നേരത്തെ എൻവയോൺമെന്റിനെ കുറിച്ച് പറഞ്ഞ പോലെ എന്താണ് ഫ്ലോ ഓഫ് എനർജി, അതിപ്പോൾ ഫുഡ് ആണെങ്കിലും ലൈറ്റ് എനർജി ആണെങ്കിലും അല്ലെങ്കിൽ ഈവൻ ഇഫ് ബ്രീത്തിന്റെ ആ ടൈപ്പ് ഓഫ് എനർജി ആണെങ്കിലും ഓരോ ടൈപ്പ് എനർജി ഒരു വസ്തുവിൽ നിന്ന് ഒരു ഓർഗാനിസത്തിൽ നിന്ന് വേറൊരു ഓർഗാനിസത്തിലോട്ട് ഇങ്ങനെ കൈമാറ്റം ചെയ്ത് വന്നുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ, ഇതിനെല്ലാം ഫസ്റ്റ് വരുന്ന ആ ഒരു സോഴ്സ് എവിടെ നിന്നാണ്? ഈ ഒരു എനർജിക്ക് എല്ലാം അല്ലെങ്കിൽ ഈ ഒരു എക്കോസിസ്റ്റത്തിൽ ഈ ഒരു ജീവൻ നിലനിന്ന് പോകുന്നതിനുള്ള ആ ഒരു സോഴ്സ് എവിടെ നിന്നാണ് വരുന്നത്? സണ്ണിൽ നിന്നാണ് വരുന്നത്. സണ്ണിലെ
സൺലൈറ്റ് പ്രകൃതിയിൽ വരികയും അവിടെ നിന്ന് പ്ലാന്റ്സ് ഫോട്ടോസിന്തസിസ് പ്രോസസ്സിലൂടെ ഓക്സിജൻ പുറത്തോട്ട് വിടുന്നു. ആ ഒരു ഓക്സിജൻ ഈ ആനിമൽസും ഹ്യൂമൻ ബീങ്സും ഒക്കെ വലിച്ചെടുക്കുന്നു. നമ്മൾ ഓരോ പ്രൊസീജിയേഴ്സ് ചെയ്യുന്നു. അതിങ്ങനെ റീസൈക്കിൾ ആയിട്ട് ഇങ്ങനെ പൊക്കോണ്ടിരിക്കുകയാണ്. പിന്നെ ഈ ഒരു സൺലൈറ്റ് ലൈറ്റ് മാത്രമല്ല, ചൂടും നമ്മളുടെ പ്രകൃതിക്ക് കൊടുക്കുന്നുണ്ട്. അപ്പൊ ഈ ഒരു ചൂടിൽ നിന്നും വെട്ടത്തിൽ നിന്നുമാണ് ഓരോ എനർജീസ് ഇങ്ങനെ റീസൈക്കിൾ ആയി വന്നുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, നെക്സ്റ്റ് പറഞ്ഞിട്ടുള്ളത് എക്കോസിസ്റ്റം ഫീച്ചേഴ്സിനെ കുറിച്ചാണ്. എക്കോസിസ്റ്റത്തിലെ ഓരോ ഫീച്ചറുകളെ കുറിച്ചാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. നമുക്ക് ഇവിടെ 2 ഫീച്ചറിനെ കുറിച്ചാണ് മെയിൻ ആയിട്ട് പഠിക്കാനുള്ളത്. ഒന്ന് സ്ട്രക്ചറൽ ഫീച്ചറും രണ്ടാമത്തത് ഫങ്ഷണൽ ഫീച്ചറും. അതിൽ സ്ട്രക്ചറൽ ഫീച്ചറിന്റെ ഇറ്റ് കവേഴ്സ് ദ എലമെന്റ്സ് വിച്ച് മേക്ക് അപ്പ് ആൻ എക്കോസിസ്റ്റം ഇൻക്ലൂഡിങ് അബയോട്ടിക് നോൺ ലിവിങ് കമ്പോണൻസ്. ഈ സ്ട്രക്ചറൽ ഫീച്ചറിന്റെ അണ്ടറിൽ അബയോട്ടിക് കമ്പോണൻസ് ആണ് വരുന്നത്. അബയോട്ടിക് കമ്പോണൻസ് എന്ന് പറയുമ്പോൾ എന്താണ്? നോൺ ലിവിങ് ഓർഗാനിസത്തിനെയാണ് അബയോട്ടിക് എന്ന് പറയുന്നത്. ഇതിൽ ഈ ജീവനില്ലാത്ത വസ്തുക്കളിൽ എന്തൊക്കെയാണ് വരുന്നത്? ഇൻഓർഗാനിക് കമ്പൗണ്ട്സ് കാർബൺ, നൈട്രജൻ, കാർബൺ ഡയോക്സൈഡ്, വാട്ടർ, അതായത് H2O, CO2, നൈട്രജൻ, അങ്ങനെയുള്ള പലതരത്തിലുള്ള നമ്മൾ ഈ അന്തരീക്ഷത്തിലുള്ള കാര്യങ്ങളെല്ലാം ഇതെല്ലാം ജീവനില്ലാത്തതാണല്ലേ. അതുപോലെ തന്നെ ഓർഗാനിക് കമ്പൗണ്ട്സ്, പ്രോട്ടീൻസ്, കാർബോഹൈഡ്രേറ്റ്സ്, ലിപ്സിസ് ദാറ്റ് കണക്ട് അബയോട്ടിക് വിത്ത് കമ്പൗണ്ട്സ്. നമ്മൾ ഈ പറയുമല്ലോ, നമുക്ക് ഓരോ മിനറൽസ് കിട്ടി, ഇതെല്ലാം ജീവനില്ലാത്തതാണ്. അതെല്ലാം ഓരോ ടൈപ്പ് എനർജീസ് നിർമ്മിതമായിട്ട് ഫോം ആവുന്നതാണ് ഓരോ ടൈപ്പ് അല്ലേ. നെക്സ്റ്റ് ക്ലൈമാറ്റിക് ടെമ്പറേച്ചർ, മോയ്സ്ചറൈസർ, ടോപ്പോഗ്രാഫി. നമ്മളുടെ അന്തരീക്ഷത്തിലുള്ള ആ ഒരു ചൂടും മർദ്ദം എന്ന് പറയുമ്പോൾ പിന്നെ ആ ഒരു ഹൈഡ്രജൻ അല്ലെങ്കിൽ മോയ്സ്ചറൈസർ, നമ്മളുടെ അന്തരീക്ഷത്തിലെ വായുവിലുള്ള ജലകണികകൾ, ഇതെല്ലാം ജീവനില്ലാത്തതാണ്. അപ്പൊ ഇതെല്ലാം ചേർന്ന് നമ്മളുടെ എക്കോസിസ്റ്റത്തില് 2 ടൈപ്പിലുള്ള എക്കോസിസ്റ്റം ഇൻക്ലൂഡഡ് ആവുന്നുണ്ട്. 2 ടൈപ്പിലുള്ള കമ്പോണൻസ് വരുന്നുണ്ട് ഈ ഒരു ആവാസ വ്യവസ്ഥയിൽ. നമ്മൾ ജീവിക്കുന്ന ഈ ഒരു താമസ സ്ഥലത്ത് നമുക്ക് ചുറ്റും 2 ടൈപ്പിലുള്ളത് വരുന്നുണ്ട്. ഒന്ന് ജീവനുള്ളതും ഒന്ന് ജീവനില്ലാത്തതും. നമ്മൾ അസ്യൂഷ്വൽ എൻവയോൺമെന്റലിനെ കുറിച്ച് പഠിച്ചപ്പോഴും പറഞ്ഞിട്ടുണ്ടായിരുന്നു, നോൺ ലിവിങ്ങും ലിവിങ്ങിനെ കുറിച്ച്. അതുപോലെ തന്നെ എവിടെയും എക്കോസിസ്റ്റത്തിൽ 2 ടൈപ്പ് വരുന്നുണ്ട്. ഒന്ന് നമ്മൾ സ്ട്രക്ചറൽ ഫീച്ചേഴ്സിന്റെ അണ്ടറിൽ നോൺ ലിവിങ് കമ്പോണൻസിനെ കുറിച്ച് പറഞ്ഞു, നമുക്ക് ചുറ്റുമുള്ള ജീവനില്ലാത്ത കാര്യങ്ങളെ കുറിച്ച്. ഇനി രണ്ടാമത്തെ ഫീച്ചർ വരുന്നത് ഫങ്ഷണൽ ഫീച്ചർ ആണ്. ഇറ്റ് കവേഴ്സ് ദ ഇന്ററാക്റ്റഡ് പെർഫോംഡ് ബൈ ഓർഗാനിസംസ് ഇൻ ദ എക്കോസിസ്റ്റം ആൻഡ് ഇൻക്ലൂഡ്സ് എനർജി സൈക്കിൾ, ഫുഡ് സൈക്കിൾ, ഡൈവേഴ്സിറ്റി, ന്യൂട്രിയന്റ്, ബയോളജിക്കൽ. ഇതെല്ലാം ലിവിങ് ഓർഗാനിസംസ് ചെയ്യുന്ന കാര്യങ്ങളാണ്. എനർജി സൈക്കിൾ, ഫുഡ് ചെയിൻ എന്ന് പറയുമ്പോൾ ഒരു ജീവി ഒരു ആഹാരം കഴിക്കുന്നു, ആ ജീവിനെ വേറൊരു ജീവി കഴിക്കുന്നു, അങ്ങനെ പോകുന്ന ഫുഡ് ചെയിൻസ്, ഇതെല്ലാം ലിവിങ് ഓർഗാനിസംസ് ചെയ്യുന്ന കാര്യങ്ങളാണല്ലോ. ഇങ്ങനെ 2 ടൈപ്പ് ഫീച്ചറിനെ കുറിച്ച് ജസ്റ്റ് ഇതൊന്ന് വായിച്ചു വിട്ടാൽ മതി കേട്ടോ. പിന്നെ ഇതിൽ ഇമ്പോർട്ടൻറ്റ് ചില പോയിന്റ്സ് ഒക്കെ പഠിച്ചു വെക്കുക. ഓക്കെ, 1 വേർഡ് പോയിന്റുകൾ. പിന്നെ പറഞ്ഞിട്ടുള്ളത് സൈസ് ഓഫ് ആൻ എക്കോസിസ്റ്റം എന്നുള്ള കാര്യമാണ്. ദ സൈസ് ഓഫ് ആൻ എക്കോസിസ്റ്റം ഡിഫേഴ്സ് ഫ്രം സ്മാൾ പൂൾ ഓഫ് വാട്ടർ ടു എ ലാൻഡ് ഹാബിറ്ററ്റ് ഓർ ലാർജ് ഫോറസ്റ്റ് ഡിസ്റ്റന്റ് ബയോളജി കമ്മ്യൂണിറ്റി ഓർ ദ ഗ്ലോബൽ ബയോസ്ഫിയർ. ഈ എക്കോസിസ്റ്റം അല്ലെങ്കിൽ ആ ഒരു സ്ഫിയറിന്റെ സൈസ് വരുന്നത് നമ്മൾ ആ ഒരു ഓർഗാനിസം ബേസ് ചെയ്താണ്. ഓക്കെ, ഇപ്പൊ മനുഷ്യന്റെ എക്കോസിസ്റ്റം എന്ന് പറയുമ്പോൾ അത്യാവശ്യം ലാർജ് ആണ്. നമുക്ക് ഈ ചുറ്റും കാണുന്ന ഇത്രയും വലിയ ചുറ്റുപാടെല്ലാം ഈ ഓരോ മനുഷ്യന്റെ അല്ലെങ്കിൽ ഒരു ഹ്യൂമൻ ബീങ്ങിന്റെ അല്ലെങ്കിൽ ഒരു അനിമലിന്റെ എക്കോസിസ്റ്റം ആണ്. പക്ഷേ ഏറ്റവും ചെറിയ എക്കോസിസ്റ്റം എന്ന് പറയുമ്പോൾ ഒരു കിണർ അല്ലെങ്കിൽ ഒരു പോണ്ട്, അതൊക്കെ ആയിരിക്കും ഏറ്റവും ചെറിയ എക്കോസിസ്റ്റം. ഒരു മീനിനെ സംബന്ധിച്ചിടത്തോളം ഒരു കുളത്തിൽ കിടക്കുന്ന മീനിന്റെ എക്കോസിസ്റ്റം അല്ലെങ്കിൽ ഒരു കിണറ്റിൽ കിടക്കുന്ന തവളയുടെ എക്കോസിസ്റ്റം എന്തായിരിക്കും? ആ ഒരു കിണർ അല്ലെങ്കിൽ ആ ഒരു പോണ്ട് അല്ലെങ്കിൽ ആ ഒരു കുളം ആയിരിക്കും അല്ലെ. അപ്പൊ ആ ഒരു ഓർഗാനിസം ജീവിക്കുന്ന അന്തരീക്ഷം അനുസരിച്ചായിരിക്കും എക്കോസിസ്റ്റത്തിന്റെ സൈസ് ഡിപ്പെൻഡന്റ് ആവുന്നത്. അതൊരു കുഞ്ഞു കുളം തൊട്ട് മേ ബി ഒരു ഭൂലോകത്തിന്റെ അത്രത്തോളം വലിയ എക്കോസ്ഫിയർ ആയിരിക്കും. ഇനി കാട്ടിൽ ജീവിക്കുന്ന സിംഹത്തിന്റെ എക്കോസ്ഫിയർ എന്തായിരിക്കും? ആ ഒരു കാട് മുഴുവൻ ആ ഒരു സിംഹത്തിന്റെ എക്കോസ്ഫിയർ ആവുന്നുണ്ട് അല്ലെ. അപ്പോൾ അതെല്ലാം ആ ഒരു ജീവിക്കുന്ന അന്തരീക്ഷം അനുസരിച്ചാണ് എക്കോസ്ഫിയറിന്റെ വലിപ്പം നമുക്ക് പറയാനായിട്ട് പറ്റുന്നത്. ഓക്കെ, പിന്നെ ലാർജസ്റ്റ് എക്കോസ്ഫിയർ പറഞ്ഞിട്ടുള്ളത് ബയോസ്ഫിയർ. ഇറ്റ് ഈസ് എ സർഫസ് ഓഫ് ദ എർത്ത് ആൻഡ് വാട്ടർ ആൻഡ് അറ്റ്മോസ്ഫിയർ ഇൻ വിച്ച് പ്ലാന്റ്സ് ആൻഡ് എലിമെന്റ്സ് ക്യാൻ ലീവ്. ഈ ഭൂലോകത്തിൽ അല്ലെങ്കിൽ ഈ ഒരു ലോകം എങ്ങനെ പറയാം, അതിലെ ഏറ്റവും വലിയ എക്കോസിസ്റ്റം എന്താണ്? ബയോസ്ഫിയർ ആണ്. ബയോസ്ഫിയർ ഏറ്റവും വലിയ എക്കോസിസ്റ്റം ആവുന്നതിന് കാര്യം എന്താണ്? ബയോസ്ഫിയർ എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ നിൽക്കുന്ന ഈ ഒരു ഭൂമിയുടെ പുറം ഭാഗം,
ഭൂമിയുടെ പുറത്താണല്ലോ നമ്മളെല്ലാം ജീവിക്കുന്നത്. അപ്പോൾ അതാണ് ഏറ്റവും വലിയ എക്കോസിസ്റ്റം എന്നാണ് പറയുന്നത്. ഏതാണ്? ബയോസ്ഫിയർ. കാരണം ഈ ഭൂമിയുടെ പുറത്ത് ഈ ഒരു ക്രസ്റ്റില് അല്ലെങ്കിൽ നമ്മൾ ഈ നിൽക്കുന്ന ഈ ഒരു സ്ഥലത്ത് മനുഷ്യരുണ്ട്, മൃഗങ്ങളുണ്ട്, പക്ഷികളുണ്ട്, ചെറിയ ചെറിയ ഇൻസെക്റ്റ് ഉണ്ട്, മൈക്രോ ഓർഗാനിസംസ് അല്ലെങ്കിൽ ഡീകമ്പോസേഴ്സ്, പ്രൊഡ്യൂസേഴ്സ്, അങ്ങനെ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഓർഗാനിസംസ് നമുക്ക് ചുറ്റുമുണ്ട്. അപ്പോൾ ഒരുപാട് ജീവികൾ ജീവിക്കുന്ന സ്ഥലം ആയതുകൊണ്ട് തന്നെ ബയോസ്ഫിയർ ആണ് ഏറ്റവും വലിയ എക്കോസിസ്റ്റം എന്നാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. which plants can live, it is also called eco. അപ്പോൾ ബയോസ്ഫിയറിന് വേറൊരു പേരുണ്ട്, എക്കോസ്ഫിയർ എന്നും വേറൊരു പേരുണ്ട്. അതൊന്ന് നോട്ട് ചെയ്തേക്കുക. ബയോസ്ഫിയറിന്റെ വേറൊരു പേര് ഏതാണെന്നൊരു ചോദ്യം വരും, അത് എക്കോസ്ഫിയർ എന്നാണ്. പിന്നെ sun is the only source of energy required for the life within the biosphere. There are biomes in the terrestrial biosphere that form vast ecosystems and have a climate, vegetation, animal life and soil. അപ്പോൾ നമ്മളുടെ ഈ ഒരു ബയോസ്ഫിയർ അല്ലെങ്കിൽ ഈ ഒരു ആഗോള അല്ലെങ്കിൽ ഒരു ആവാസ വ്യവസ്ഥയിലെ ഏറ്റവും വലിയ എനർജി സോഴ്സ്, ഈ ഒരു ലോകത്തിൽ തന്നെ ഏറ്റവും വലിയ എനർജി സോഴ്സ് ഏതാണ്? സണ്ണാണ്. അപ്പൊ സണ്ണ് ഒരു ദിവസം സൂര്യൻ ഉദിച്ചില്ല എങ്കിൽ അന്ന് പിന്നെ പിറ്റേന്ന് ഭൂമി കാണില്ല എന്നാണ് പറയുന്നത്. ഓക്കെ, പകലായില്ല എങ്കിൽ പിന്നെ ഭൂമി ഉണ്ടാവില്ല എന്നാണ് സയന്റിസ്റ്റുകൾ പറയുന്നത്. അപ്പോൾ നമ്മളുടെ ലോകത്തിലെ ഏറ്റവും വലിയ നമ്മുടെ ബയോസ്ഫിയറിലേക്ക് ഏറ്റവും വലിയ സോഴ്സ് ഓഫ് എനർജി ഏതാണ്? സണ്ണാണ്. അപ്പോൾ ഇതും ചോദ്യം വരും. വിച്ച് ഈസ് ദ ലാർജസ്റ്റ് സോഴ്സ് ഓഫ് എനർജി എന്ന് ചോദിച്ചാൽ ഏതാണ്? സണ്ണാണ് അതിൻ്റെ ഉത്തരം വരുന്നത്. ഓക്കെ, നിങ്ങൾ ഇതിൽ എല്ലാ കാര്യങ്ങളും പഠിക്കേണ്ടത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ് വായിച്ച് പറയുന്നത് കേട്ടോ. പിന്നെ അടുത്തൊരു സെക്ഷൻ വരുന്നത് കമ്പോണൻസ് ഓഫ് ദ എക്കോസിസ്റ്റം ആണ്. എക്കോസിസ്റ്റത്തിൽ വരുന്ന കമ്പോണൻസിനെ കുറിച്ചാണ് പറയാനുള്ളത്, എന്തൊക്കെ അടങ്ങിയിട്ടുണ്ടെന്ന്. An ecosystem includes the biotic as well as the abiotic components, the interaction between the നമ്മളുടെ എക്കോസിസ്റ്റത്തിൽ അബയോട്ടിക് ഓർഗാനിസംസും ഉണ്ട്, നോൺ ലിവിങ് ആയിട്ടുള്ള ജീവനുള്ളതും ജീവനില്ലാത്ത വസ്തുക്കളും നമ്മളുടെ ഈ ഒരു ആവാസ വ്യവസ്ഥയിലുണ്ട്. നമുക്ക് ചുറ്റും നമ്മൾ ഈ ജീവിക്കുന്ന ഈ ഒരു ക്രസ്റ്റിൽ അല്ലെങ്കിൽ ഈ ഒരു ആവാസ വ്യവസ്ഥ നമ്മളുടെ ചുറ്റുപാടും ഉണ്ടെന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഇതിൽ അബയോട്ടിക് കമ്പോണൻസ്, ദ ബയോട്ടിക് കമ്പോണൻസ് ഓഫ് ആൻ എക്കോസിസ്റ്റം ഇന്ററാക്ട് ഇൻ ആൻ എംബയോട്ടിക് ബാക്ക്ഗ്രൗണ്ട് ആൻഡ് ദിസ് ഇൻക്ലൂഡ്സ് പ്രൊഡ്യൂസേഴ്സ്, കൺസ്യൂമേഴ്സ് ആൻഡ് ഡീകമ്പോസ്. അപ്പോൾ എബയോട്ടിക് കമ്പോണൻസിൽ ഇതിലിവിടെ പറഞ്ഞിട്ടുള്ളത് നോൺ ലിവിങ് ആയിട്ടുള്ള, എബയോട്ടിക് എന്ന് പറഞ്ഞാൽ എന്താണ്? എ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇല്ല എന്നാണ്. ബയോട്ടിക് എന്ന് പറഞ്ഞാൽ ലിവിങ്, ബയോട്ടിക് എന്ന് പറഞ്ഞാൽ നോൺ ലിവിങ്, ജീവനില്ലാത്ത വസ്തുക്കളെയാണ് എബയോട്ടിക്കിൽ പറയുന്നത്. അപ്പോൾ എബയോട്ടിക് കമ്പോണൻസിൽ വരുന്ന ആ ഒരു കമ്പോണൻസുകൾ എന്തൊക്കെയാണ്? പ്രൊഡ്യൂസേഴ്സ്, കൺസ്യൂമേഴ്സ്, ഡീകമ്പോസേഴ്സ്. ഡീകമ്പോസേഴ്സ് എന്ന് പറയുമ്പോൾ ഈ മണ്ണിലുള്ള മണ്ണിര അങ്ങനെയുള്ള കാര്യങ്ങളില്ലേ. ഇപ്പോൾ നമ്മളൊരു പശു ചത്തിട്ട് അതിനെ കുഴിച്ച് മൂടിയാൽ അത് കുറച്ച് ദിവസം കഴിയുമ്പോൾ അതിൻ്റെ പാർട്സുകളെല്ലാം ഒരു മണ്ണുമായിട്ട് അലിഞ്ഞു പോകും. അപ്പോൾ മണ്ണിൽ ഒരുപാട് ഡീകമ്പോസേഴ്സ് ഉണ്ട്. അപ്പോൾ ഇതെല്ലാം എബയോട്ടിക് കമ്പോണൻസിലാണ് വരുന്നത്. ഇത് എക്കോസിസ്റ്റത്തിലെ 2 കമ്പോണൻസിൽ ഒരു സെക്ഷൻ വരുന്നത് എബയോട്ടിക് ആണ്. ഇനി രണ്ടാമത്തെ സെക്ഷനിൽ ബയോട്ടിക് കമ്പോണൻസ് ആണ്. ബയോട്ടിക് എന്ന് പറയുമ്പോൾ ജീവനുള്ള വസ്തുക്കളാണ്. ജീവനുള്ള വസ്തുക്കളുടെ അണ്ടറിൽ 3 സെക്ഷൻ വരുന്നുണ്ട്. അങ്ങനെ വരച്ച് കാണിച്ചു തരാം കേട്ടോ, ഇല്ലെങ്കിൽ നിങ്ങൾ ടെക്സ്റ്റ് ബുക്ക് നോക്കിയാൽ മതി. നമ്മൾ ഫസ്റ്റ് പറഞ്ഞു എക്കോസിസ്റ്റത്തിൽ 2 ടൈപ്പ് ഉണ്ട്. ഒന്ന് ഏതാണ്? എക്കോസിസ്റ്റത്തിൽ വരുന്ന ഒന്ന് ഇത് എക്കോസിസ്റ്റം, ഇത് കമ്പോണൻസിനെ കുറിച്ചാണ് നമ്മൾ പറയുന്നത്. ഒന്ന് എബയോട്ടിക്, രണ്ടാമത്തത് ബയോട്ടിക്. ഇതിൽ ബയോട്ടിക് എന്ന് പറഞ്ഞാൽ എന്താണ്? ലിവിങ് ആണ്. ലിവിങ് എന്ന് പറയുമ്പോൾ ജീവനുള്ളതാണ്. എബയോട്ടിക് എന്ന് പറയുമ്പോൾ നോൺ ലിവിങ്. ഓക്കെ, അപ്പോൾ ഇതിനെക്കുറിച്ച് നമ്മൾ പറഞ്ഞു. ഇതിൽ എന്തൊക്കെയാണ് വരുന്നത്? ഡീകമ്പോസേഴ്സ് ഒക്കെയാണ് ഇതിൽ വരുന്നത്. ബയോട്ടിക് എന്ന് പറയുമ്പോൾ എന്താണ്? ജീവനുള്ളതിൽ ആരൊക്കെയാണ് വരുന്നത്? പ്ലാന്റ്സ്, അനിമൽസ്, ഹ്യൂമൻസ്, മറ്റ് ടൈപ്പ് ആയിട്ടുള്ള മറ്റ് ചെറിയ ഓർഗാനിസംസ്, പുഴുക്കൾ, പ്രാണികൾ, ഇതെല്ലാം ഈ ഒരു ബയോട്ടിക്കിൽ വരും. കാരണം എല്ലാം ജീവനുള്ളതാണ്. ഈ ബയോട്ടിക്കിന്റെ അണ്ടറിൽ 3 സെക്ഷനായിട്ട് കാറ്റഗറൈസ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ജീവനുള്ളതിൽ 3 ടൈപ്പായിട്ട് എക്കോസിസ്റ്റത്തിന്റെ അണ്ടറിൽ കാറ്റഗറൈസ് ചെയ്തിട്ടുണ്ട്. അതിലൊന്ന് പ്രൊഡ്യൂസേഴ്സ് ആണ്. രണ്ടാമതുള്ളത് കൺസ്യൂമേഴ്സ്. കൺസ്യൂമേഴ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഭക്ഷിക്കുന്ന ആൾക്കാരെയാണ് കൺസ്യൂമേഴ്സ് എന്ന് പറയുന്നത്. ലാസ്റ്റുള്ള എന്താണ്? ഡീകമ്പോസേഴ്സ്. ഓക്കെ, അപ്പൊ ഇവിടെ
നോൺ ലിവിങ് ആയിട്ട് അധികം റോൾ ഇല്ലാത്ത ആൾക്കാരാണ് ഇവിടെ വരുന്നത്. ഇവിടെ പക്ഷേ റീസൈക്ലിംഗ് പ്രൊസീജിയേഴ്സ് വരുന്നതാണ് ഈ ബയോട്ടിക്കിന്റെ അണ്ടറിൽ വരുന്നത്. ഓക്കെ, ഫസ്റ്റ് പ്രൊഡ്യൂസേഴ്സ് ആരാണ്? ബെസ്റ്റ് ആയിട്ടുള്ള പ്രൊഡ്യൂസേഴ്സ് ആരായിരിക്കും? പ്ലാന്റ്സ് ആണ് ഏറ്റവും വലിയ പ്രൊഡ്യൂസേഴ്സ് ആവുന്നത്. പ്രൊഡ്യൂസേഴ്സ് എന്ന് പറയുമ്പോൾ ഭക്ഷണം വേറെ ഒന്നും ഭക്ഷിക്കാതെ, വേറെ ആഹാരം ഒന്നും കഴിക്കാതെ സ്വയം നിർമ്മിക്കുന്ന ഫസ്റ്റ് സെക്ഷനിൽ വരുന്ന കാറ്റഗറിയിൽ വരുന്നത് പ്ലാന്റ്സ് ആണ്, അല്ലേ? നമ്മൾ മനുഷ്യരെന്ന് പറയുമ്പോൾ മനുഷ്യര് കൊല്ലുകയും ചെയ്യും, അല്ലേ? ജീവികളെ കൊല്ലുകയും ചെയ്യും, ഓൾസോ നമ്മൾ ഓരോന്നിനെ കഴിക്കുകയും ചെയ്യും. പക്ഷെ പ്ലാന്റ്സ് എന്ന് പറഞ്ഞാൽ പ്ലാന്റ്സ് വേറെ ഒന്നിനെയും കൊല്ലുന്നില്ല, അവർ ഡയറക്റ്റ് അവർക്ക് വേണ്ട ആഹാരങ്ങൾ ഉണ്ടാക്കുകയാണ്. സോ പ്ലാന്റ്സ് ആണ് പ്രൊഡ്യൂസേഴ്സിന്റെ സെക്ഷനിൽ വരുന്നത്. ദോസ് ഓർഗാനിസംസ് വിച്ച് ക്യാൻ മേക്ക് ദെയർ ഫുഡ് ആർ കാൾഡ് ഓട്ടോട്രോപ്സ് ഓർ പ്രൊഡ്യൂസേഴ്സ്. ഗ്രീൻ പ്ലാന്റ്സ് പ്രിപ്പയർ ദെയർ ഓൺ ഫുഡ് ബൈ യൂസിങ് ക്ലോറോഫിൽ ബൈ എ പ്രോസസ് കാൾഡ് ഫോട്ടോസിന്തസിസ്. അപ്പോൾ പ്രൊഡ്യൂസേഴ്സ് സ്വന്തമായിട്ട് അവരുടെ ഭക്ഷണം വേറെ ഒന്നിനെയും ഡിപ്പെൻഡ് ചെയ്യാതെ, മീൻസ് വേറെ ഒന്നിനെയും ഇല്ലാതാക്കാതെ സ്വയം ഭക്ഷണം ഉണ്ടാക്കുന്ന ഓർഗാനിസത്തിനെയാണ് പ്രൊഡ്യൂസേഴ്സ് അല്ലെങ്കിൽ ഓട്ടോട്രോപ്സ് എന്ന് പറയുന്നത്. ഇത് ഓട്ടോട്രോപ്സ് ഒന്നും ഉണ്ടേ. അപ്പോൾ ഇതിന് എക്സാമ്പിൾ എന്താണ്? പ്ലാന്റ്സ്. എന്തുകൊണ്ടാണ് പ്ലാന്റ്സിന് പ്രൊഡ്യൂസേഴ്സ് എന്ന് പറയുന്നത്? കാരണം പ്ലാന്റ്സ് വേറെ ഒന്നിനെയും കൊല്ലുന്നൊന്നുമില്ല, അവർ സ്വയം സൺലൈറ്റ് യൂസ് ചെയ്തും ക്ലോറോഫിലൊക്കെ യൂസ് ചെയ്ത് ഫോട്ടോസിന്തസിസ് നടത്തി ഭക്ഷണം സ്വയം ഉണ്ടാക്കുകയാണ്. അങ്ങനെ കാർബൺ ഡയോക്സൈഡ് വലിച്ചെടുത്ത് ഓക്സിജൻ പുറത്തോട്ട് വിടുകയാണ്. സോ പ്ലാന്റ്സ് ആർ പ്രൊഡ്യൂസേഴ്സ് ഓർ ഓട്ടോട്രോപ്സ്. ഇത് മറക്കല്ലേ. രണ്ടാമത്തെ സെക്ഷൻ ഏതാണ് ബയോട്ടിക് കമ്പോണൻസിന്റെ അണ്ടറിലുള്ളത്? കൺസ്യൂമേഴ്സ്. ഹെട്രോട്രോപ്സ് ഓർ കൺസ്യൂമേഴ്സ്. കൺസ്യൂമേഴ്സിന്റെ വേറൊരു പേരാണ് ഹെട്രോട്രോപ്സ്. ഡു നോട്ട് മേക്ക് ദെയർ ഓൺ ഫുഡ് ആൻഡ് ദേ ഡിറൈവ് ന്യൂട്രീഷണൽ റിക്വയർമെന്റ്സ് ഫ്രം അതർ ഓർഗാനിസംസ് ഫോർ ദെയർ സർവൈവൽ. അനിമൽസ് ഇൻക്ലൂഡിംഗ് കൗ, ഡിയർ, റാബിറ്റ് ആൻഡ് ഗ്രാസ് ഹോപ്പേഴ്സ് ഈറ്റ് പ്ലാന്റ്സ്. ഗ്രീൻ പ്ലാന്റ്സ് ആർ നോൺ ആസ് primary consumers. Organisms which eat a herbivore called carnivores or the secondary consumers which can cat eat birds. These are tertiary consumers. Consumers എന്ന് പറഞ്ഞാൽ നമ്മൾ പറയില്ലേ കൺസ്യൂം ചെയ്തു എന്ന് പറഞ്ഞാൽ എന്താണ് മീനിങ്? ഭക്ഷിച്ചു, കഴിച്ചു. ഇതിനെയാണ് കൺസ്യൂമേഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ കൺസ്യൂമേഴ്സിൽ വരുന്ന സെക്ഷൻ നമ്മൾ പറഞ്ഞു പ്ലാന്റ്സ് വേറെ ആരെയും ഒന്നും ചെയ്യില്ല, പക്ഷെ അവർക്ക് വേണ്ട ആഹാരം സ്വയം ഉണ്ടാക്കും. കൺസ്യൂമേഴ്സ് എന്ന് പറയുമ്പോൾ അവർ ഒരിക്കലും ഓർഗാനിസംസ് ദേ കനോട്ട് മേക്ക് ദെയർ ഓൺ ഫുഡ്. അവർക്ക് വേണ്ട ആഹാരം സ്വയം ഉണ്ടാക്കാനായിട്ട് പറ്റില്ല, അവരുണ്ടാക്കാറില്ല, അവർക്ക് വേണ്ട ആഹാരം സ്വയം ഉണ്ടാക്കത്തില്ല, പക്ഷെ അവർ വേറെ കാര്യങ്ങൾ കഴിക്കും. എക്സാമ്പിൾ ഏതാണ്? കൗ അല്ലെങ്കിൽ റാബിറ്റ്, ഗോട്ട്. ഇപ്പോൾ പശു, ആട് ഇങ്ങനെയുള്ള മൃഗങ്ങളൊന്നും അവർക്ക് വേണ്ട ആഹാരം അവർ സ്വയം ഉണ്ടാക്കുന്നില്ല, നമ്മൾ എന്തെങ്കിലും കൊടുക്കുന്നു, അല്ലെങ്കിൽ അവർ കാണുന്ന പുല്ലോ പച്ചിലയൊക്കെയാണ് അവർ കഴിക്കുന്നത്. അപ്പോൾ കൺസ്യൂമേഴ്സിന്റെ എക്സാമ്പിൾ ഏതാണ്? കൗ അല്ലെങ്കിൽ റാബിറ്റ്. നിങ്ങൾ ഒരിടം കണ്ടിട്ടില്ലല്ലോ ഈ പശുവോ അല്ലെങ്കിൽ മുയലൊക്കെ സ്വയം ആഹാരം ഉണ്ടാക്കുന്നത് കണ്ടിട്ടുണ്ടാവില്ലല്ലോ, കാരണം അവർക്ക് അതിനുള്ള ക്യാപ്പബിലിറ്റി ഇല്ല, അതറിയില്ല അവർക്ക്. സോ അവർ ഡിപ്പെൻഡ് ഓൺ അതർ പ്ലാന്റ്സ്, മറ്റ് പ്ലാന്റ്സിനെയൊക്കെ ഡിപ്പെൻഡ് ചെയ്ത് അവരെയാണ് കഴിക്കുന്നത്. ഓക്കെ, അപ്പോൾ സ്വയം ഭക്ഷണം ഉണ്ടാക്കാതെ വേറൊരു ഓർഗാനിസത്തിനെ കഴിക്കുന്ന ജീവികളെയാണ് അല്ലെങ്കിൽ ആ ഒരു കമ്പോണൻസിനെയാണ് കൺസ്യൂമേഴ്സ് അല്ലെങ്കിൽ ഹെട്രോട്രോപ്സ് എന്ന് പറയുന്നത്. ലാസ്റ്റ് വൺ ഏതാണ്? ഡീകമ്പോസേഴ്സ് എന്താണ്? കൺസ്യൂമേഴ്സ് ആൻഡ് പ്രൊഡ്യൂസേഴ്സ് കംപ്ലീറ്റ് ദെയർ ലൈഫ് സൈക്കിൾ, ഡൈ ആൻഡ് ഡെവലപ്പ് ദെയർ ന്യൂ ജനറേഷൻ. ദ ഓർഗാനിക് മാറ്റർ ഇൻ ദ എക്കോസിസ്റ്റം കീപ്സ് ബ്രേക്കിംഗ് അപ്പ് ഓർ ഡികമ്പോസിംഗ് ദ ഡെഡ് ഓർഗാനിസംസ്. സം ബാക്ടീരിയ ആൻഡ് ഫംഗി പെർഫോം ഡികമ്പോസിഷൻ ആൻഡ് റീസൈക്ലിംഗ് ഓഫ് മെറ്റീരിയൽ ആൻഡ് ആർ കാൾഡ് ഡീകമ്പോസേഴ്സ്. അപ്പം നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുള്ള പോലെ ഇപ്പോൾ ഒരു പശു ചത്ത് കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഒരു മനുഷ്യന് നമ്മൾ കുഴിച്ചു മൂടിക്കഴിഞ്ഞാൽ അതെപ്പോഴും ആ ഒരു ശരീരം അങ്ങനെ ഇരിക്കില്ല. ആ ഒരു മണ്ണുമായിട്ട് ഈ മനുഷ്യന്റെ ശരീരം അല്ലെങ്കിൽ ആ ഒരു മൃഗത്തിന്റെ ശരീരം കിടന്ന് അഴുകും. ആ അഴുകി മണ്ണുമായിട്ട് ലയിച്ചു ചേരാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഓർഗാനിസം ഏതാണ്? ഡീകമ്പോസേഴ്സ് ആണ്. അതിലിപ്പോൾ പലതരത്തിലുള്ള ഫംഗി അല്ലെങ്കിൽ പലതരത്തിൽ മണ്ണിര പോലുള്ള കാര്യങ്ങൾ, ഒരുപാട് സംഭവങ്ങളുണ്ട്. അതാണ് ആ ഒരു ഇതൊക്കെ കഴിച്ച് ആ ഒരു ഡെഡ് ബോഡിയൊക്കെ കഴിച്ച് മണ്ണുമായിട്ട് കൂട്ടിച്ചേർക്കുന്നത്. അവരെയാണ് ഡീകമ്പോസേഴ്സ് എന്ന് പറയുന്നത്. അതിന് എക്സാമ്പിൾ ഏതാണ്? ഫംഗി. ഇത് മണ്ണിൽ കാണപ്പെടുന്ന ഒരു ഡീകമ്പോസറാണ്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മളിപ്പോൾ ഒരു ജഡം കുഴിച്ചിട്ടാൽ അത് കുറച്ച് ദിവസം കഴിയുമ്പോൾ അവിടെ അത് ഉണ്ടാവില്ല, എല്ല് മാത്രമേ ഉണ്ടാവുള്ളൂ. കാരണം ഈ ഫംഗിയൊക്കെ ഡീകമ്പോസേഴ്സ് ആയതുകൊണ്ട് അത് അതിനെ ഭക്ഷിച്ച് ഭൂമിയായിട്ട് ലയിപ്പിച്ച് വിടുകയാണ്. അപ്പോൾ ഈ ഡീകമ്പോസേഴ്സ് ഇല്ലെങ്കിൽ നമ്മളുടെ പ്ലാനറ്റ് ഇല്ലാതാവും എന്നാണ് പറയുന്നത്. കാരണം നമ്മളുടെ ലോകത്തിൽ ഒരു ദിവസം തന്നെ ധാരാളം ഓർഗാനിസംസ് മരിച്ചു വീഴുന്നുണ്ട്.
ചെറിയ ചെറിയ ഉറുമ്പാണേലും പല്ലിയാണേലും പാറ്റയാണേലും മനുഷ്യന്മാരാണേലും അനിമൽസ് ആണേലും ഒരുപാട് ഓർഗാനിസംസ് മരിച്ച ഭൂമിയിലോട്ട് വരുന്നുണ്ട്. ആ സമയത്ത് ഇത് ഡീകമ്പോസ് ചെയ്ത് റീസൈക്കിൾ ചെയ്ത് മണ്ണിലോട്ട് ആക്കാനായിട്ട് ഡീകമ്പോസേഴ്സ് ഇല്ല എങ്കിൽ നമ്മുടെ ഭൂമിയിൽ അത് കെട്ടിക്കിടക്കില്ലേ, അഴുകാതെ കെട്ടിക്കിടന്ന് പിന്നെ വേറെ അസുഖങ്ങൾ വരില്ലേ. സോ ഡീകമ്പോസേഴ്സ് മസ്റ്റായിട്ട് ഭൂമിയിൽ എക്കോസിസ്റ്റത്തിൽ ഉണ്ടായിരിക്കണം. സോ നമ്മൾ എക്കോസിസ്റ്റത്തിനെ കുറിച്ചാണ് പറഞ്ഞത്. എക്കോസിസ്റ്റം എന്താണ്? നമ്മൾ ജീവിക്കുന്ന ആ ഒരു ലിവിങ് ചെയ്യുന്ന ആ ഒരു പ്ലേസ് ആണ്, ആ ഒരു യൂണിറ്റ് ഓഫ് പ്ലേസിനെയാണ് എക്കോസിസ്റ്റം എന്ന് പറയുന്നത്. 2 ടൈപ്പ് കമ്പോണൻസ് ഉണ്ട്. ഒന്ന് ഏതാണ്? ബയോട്ടിക്കും മറ്റൊന്ന് ഏതാണ്? ഒന്നത്തെ എബയോട്ടിക്കും മറ്റേത്തത് ബയോട്ടിക്കും ആണ്. ഇതിൽ എബയോട്ടിക്കിൽ വരുന്നത് നോൺ ലിവിങ് ആണ്, ബയോട്ടിക്കിൽ വരുന്നത് ലിവിങ് ആണ്. ഇതിൽ നമ്മൾ എബയോട്ടിക്കിൽ വരുന്നത് അങ്ങനെ അധികം ജീവനൊന്നും ഇല്ലാത്ത സംഭവങ്ങളാണ് എബയോട്ടിക്കിൽ വരുന്ന കാര്യങ്ങൾ. അത് നമുക്ക് അധികം അങ്ങനെ പഠിക്കാനില്ല. ബയോട്ടിക്കിൽ ലീവിങ് ഓർഗാനിസംസ് ആണ്. ബയോട്ടിക്കിന്റെ അണ്ടറിൽ 3 കാറ്റഗറി ഉണ്ട്. ഒന്ന് പ്രൊഡ്യൂസേഴ്സ് എന്ന് പറയുമ്പോൾ സ്വയം ആഹാരം ഉണ്ടാക്കുന്ന ജീവികളെയാണ് പ്രൊഡ്യൂസേഴ്സ് എന്ന് പറയുന്നത്. അതിന് എക്സാമ്പിൾ പ്ലാന്റ്സ്. രണ്ടാമത്തത് കൺസ്യൂമേഴ്സ് എന്ന് പറഞ്ഞാൽ സ്വയം ആഹാരം ഉണ്ടാക്കില്ല പക്ഷെ മറ്റു ജീവികളെ ഭക്ഷിക്കും. അതാണ് കൺസ്യൂമേഴ്സ് വരുന്നത്. അതിൽ വരുന്നത് കൗ, റാബിറ്റ്, ഇതൊക്കെ എക്സാമ്പിൾ ആയിട്ട് വരുന്നുണ്ട്. നമ്മളിപ്പോൾ സ്വയം ആഹാരം ഉണ്ടാക്കാത്ത ആൾക്കാരെ മാത്രമേ പറഞ്ഞോളൂ. ഇതിന് സെക്കൻഡ് കാറ്റഗറി ഉണ്ട്, കൺസ്യൂമേഴ്സ്. അതാണ് മനുഷ്യരെന്ന് പറഞ്ഞാൽ ആഹാരം ഉണ്ടാക്കുകയും ചെയ്യും, മറ്റുള്ളതിനെ കഴിക്കുകയും ചെയ്യും. ഓക്കെ, അതൊക്കെ ഇതിന്റെ അണ്ടറിലുണ്ട്. പക്ഷെ മെയിൻ നമുക്ക് ഇത്രയും പഠിച്ചാൽ മതി. 3ാമത്തെ കാറ്റഗറി ഏതാണ്? ഡീകമ്പോസേഴ്സ് എന്ന് പറഞ്ഞാൽ ഈ മരിച്ചു വീഴുന്ന ജീവികളെയൊക്കെ ഡീകമ്പോസ് ചെയ്ത് മണ്ണുമായിട്ട് അലിയിപ്പിക്കാൻ സഹായിക്കുന്ന ഫംഗൈ പോലുള്ള കമ്പോണൻസിനെയാണ് ഡീകമ്പോസേഴ്സ് എന്ന് പറയുന്നത്. മനസ്സിലായെന്ന് പ്രതീക്ഷിക്കുന്നു. നെക്സ്റ്റ് ഉള്ളത് ട്രോപ്പിക് ലെവൽ ആണ്. എ ട്രോപ്പിക് ലെവൽ ഈസ് ഓക്യുപ്പൈഡ് ബൈ ദാറ്റ് ഗ്രൂപ്പ് ഓഫ് ഓർഗാനിസംസ് വിച്ച് ഹാവ് എ സിമിലർ ഫീഡിംഗ് മോഡ്. The natural community gets its food directly or indirectly from plants by 1, 2, 3 or 4 steps. These steps are called the first, second, third and fourth tropic levels or food levels. Tropic levels എന്ന് പറഞ്ഞാൽ ട്രോപ്പിക് ലെവൽസിന്റെ വേറൊരു പേര് വരുന്നത് ഫുഡ് ലെവൽസ് എന്നാണ്. അപ്പൊ ട്രോപ്പിക് ലെവൽസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു പർട്ടിക്കുലർ ആയിട്ട് നമ്മൾ ഒരു ഏരിയ എടുക്കുകയാണ്. ആ ഏരിയയിൽ ഒരു ഓർഗാനിസം വേറൊരു ജീവിനെ കഴിക്കുന്നു, ആ ജീവിനെ വേറൊരു ജീവി കഴിക്കുന്നു. അങ്ങനെ ഒരേ ഒരു ഫീഡിങ് മോഡുള്ളത്. ഇപ്പോൾ എക്സാമ്പിൾ എന്താ പറയുക, പ്ലാന്റ്സിനെ പശു കഴിക്കുന്നു, അല്ലെങ്കിൽ പ്ലാന്റ്സിനെ ആട് കഴിക്കുന്നു, ആ ഒരു മീറ്റിനെ മനുഷ്യൻ കഴിക്കുന്നു. ഇതിങ്ങനെ ഒരു കൺസ്യൂം ചെയ്ത് പോവുകയല്ലേ. അപ്പോൾ ആ ഒരു ഫുഡ് ലെവൽസിനെയാണ്, ഓരോ ലെവൽസിനെയാണ് ട്രോപ്പിക് ലെവൽസ് എന്ന് പറയുന്നത്. ഇത്ര മാത്രം മനസ്സിലാക്കി വെച്ചാൽ മതി. ഇതിൽ പറഞ്ഞ പോലെ പഠിച്ചാലും മേ ബി നിങ്ങൾക്ക് മനസ്സിലാവില്ല. ഓക്കെ, അപ്പോൾ ഒരു ജീവിനെ ഒന്ന് കഴിക്കുന്നു, ആ ജീവിനെ വേറൊരു ജീവി കഴിക്കുന്നു, അതിനെ വേറൊരു ജീവി കഴിക്കുന്നു. അങ്ങനെ 1, 2, 3, 4 എന്നും പറഞ്ഞ് ഓരോ ലെവൽസ് ഉണ്ട്. ആ ഒരു ലെവൽസിനെയാണ് ട്രോപ്പിക് ലെവൽസ് അല്ലെങ്കിൽ ഫുഡ് ലെവൽസ് എന്ന് പറയുന്നത്. ഓക്കെ, നമുക്ക് ആ ലെവൽസ് ഏതൊക്കെയാണെന്ന് എക്സാമ്പിൾ ചെയ്ത് നോക്കാം. ഫസ്റ്റ് ലെവൽ വരുന്നത് ഗ്രീൻ പ്ലാന്റ്സ് ആണ്. അപ്പൊ ഗ്രീൻ പ്ലാന്റ്സ് എന്തുകൊണ്ടാണ് വരുന്നതെന്ന് ഞാൻ പറയാം. ഫസ്റ്റ് എന്തായാലും ഏത് ഫുഡ് ചെയിൻ എടുത്താലും ഫസ്റ്റ് പ്ലാന്റ്സേ വരത്തുള്ളൂ. കാരണം എന്താണ്? പ്ലാന്റ്സ് ആർ പ്രൊഡ്യൂസേഴ്സ്. പ്ലാന്റ്സ് എന്ന് പറയുമ്പോൾ അവർക്ക് വേണ്ട ആഹാരം അവർ തന്നെ പ്രിപ്പയർ ചെയ്യുകയാണ് അല്ലേ. വേറെ ഒന്നിനെയും അവർ ആശ്രയിക്കുന്നില്ല. അവർക്ക് കിട്ടുന്ന സൂര്യപ്രകാശവും കിട്ടുന്ന മിനറൽസ് ഒക്കെ വെച്ച് അവർ തന്നെ ആദ്യം ഭക്ഷണം ഉണ്ടാക്കുകയാണ്, വേറെ ഒന്നിനെയും കഴിക്കാതെ. അപ്പോൾ ഏത് ഫുഡ് ചെയിൻ എടുത്താലും ഫസ്റ്റ് പ്ലാന്റ്സ് തന്നെ ആയിരിക്കും വരുന്നത്. അപ്പോൾ ഫസ്റ്റ് ട്രോപ്പിക് ലെവലിൽ വരുന്നത് പ്ലാന്റ്സ്. പ്ലാന്റ്സ് എന്ന് പറയുമ്പോൾ എന്താണ്? ഓട്ടോട്രോപ്സ് ഓർ പ്രൊഡ്യൂസേഴ്സ്. നമ്മൾ നേരത്തെ പറഞ്ഞു അല്ലേ, പ്രൊഡ്യൂസേഴ്സ് ആണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇത് ഏതാണ്? ട്രോപ്പിക് ലെവൽ 1 ആണ്, ലെവൽ 1. ഇനി ഇത് കഴിഞ്ഞ് ആരാണോ വരുന്നത്? ഹെർബിവോഴ്സ്. ഹെർബിവോഴ്സ് എന്ന് പറഞ്ഞാൽ പ്രൈമറി കൺസ്യൂമേഴ്സ് എന്ന് പറയും. അതായത് ആദ്യം സെറ്റിൽ കഴിക്കുന്ന ആൾക്കാർ, എന്തായാലും ഭക്ഷിക്കുന്ന ആൾക്കാരാണ്. അവർ സ്വയം ആഹാരം ഉണ്ടാക്കില്ല, പക്ഷെ വേറൊരു ജീവിനെ കഴിക്കും. അങ്ങനെയുള്ളതിനെയാണ് ഹെർബിവോഴ്സ് എന്ന് പറയുന്നത്. ഹെർബിവോഴ്സിന്റെ മലയാളം മീനിങ് എന്ന് പറഞ്ഞാൽ സസ്യഭോജികളുണ്ടല്ലോ, സസ്യഭോജികളെയാണ് ഹെർബിവോഴ്സ് എന്ന് പറയുന്നത്. ഇത് സെക്കൻഡ് ട്രോപ്പിക് ലെവലിൽ വരും.
ഇതിലാണ് ഏതൊക്കെ വരുന്നത്? ഈ പശു, മുയൽ ഇങ്ങനെയുള്ള, അതായത് സ്വന്തമായിട്ട് ആഹാരം പ്രിപ്പയർ ചെയ്യാത്തവരെല്ലാം ഇതിൽ വരും. പിന്നെ ഉള്ളത് രണ്ടും കാർണിവോഴ്സ് ആണ്. കാർണിവോഴ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? മാംസ ഭക്ഷ്യകൾ അല്ലെങ്കിൽ മാംസഭോജികൾ. ഇതാണ് തേർഡ് ട്രോപ്പിക് ലെവലിൽ വരുന്നത്. ഓക്കെ, നമുക്കത് കഴിഞ്ഞ് ഇങ്ങനെ ഓരോ ടെറഷറി, സെക്കൻഡറി എന്നൊക്കെ പറയുന്നുണ്ട്. അതല്ല ഇപ്പോൾ മനുഷ്യർ കഴിക്കുന്ന ആരും ഇല്ലല്ലോ. അല്ലെങ്കിൽ പിന്നെ വരുന്ന എന്താണ്? നമുക്കിതിൽ ഈ തേർഡ് കാറ്റഗറി പലതായിട്ട് നമുക്ക് സ്പ്ലിറ്റ് ചെയ്യാൻ പറ്റുമേ. കാരണം എന്താണെന്ന് വെച്ചാൽ ഈ ഇപ്പോൾ നമ്മൾ ആദ്യം പറഞ്ഞു പ്ലാന്റ്സ് പ്രൊഡ്യൂസേഴ്സ് ആണ്, ഫസ്റ്റ് ട്രോപ്പിക് ലെവലാണ്. രണ്ടാമത്തതിൽ വരുന്നത്, ഇതിൽ നമുക്ക് എക്സാമ്പിൾ സസ്യഭോജികൾ എന്ന് പറയുമ്പോൾ ഈ നേരത്തെ പറഞ്ഞ പോലെ പശു, ആട് ഇതൊക്കെയാണ് ഇതിൽ വരുന്നത് ഹെർബിവോഴ്സിൽ. കാരണം അവർ ഇറച്ചി കഴിക്കുന്നില്ല, ഒരു ജീവിയുടെ ഇറച്ചി പശു, ആടൊന്നും കഴിക്കുന്നില്ല. പക്ഷേ ഇതിനെ വേറൊരു കാറ്റഗറി കഴിക്കുന്നുണ്ട്. ആരാണ്? ലയൺ, ടൈഗർ, ഇവരൊക്കെ ഇതിനെ കഴിക്കുന്നുണ്ട്. പിന്നെ ഈ പശുവിനെ, ആടിനെയൊക്കെ കഴിക്കുന്ന വേറൊരു കാറ്റഗറി ആരാണ്? ഹ്യൂമൻസ്. അപ്പൊ ഹ്യൂമൻസ് ഒക്കെയാണ് ഈ ഒരു കാർണിവോഴ്സിൽ വരുന്നത്, മാംസഭോജികളിൽ. ലയനെയും ടൈഗറിനെയും പിന്നെ വേറെ ഒന്നും കഴിക്കുന്നില്ല. പക്ഷെ ഈ ചില പശുവിനെയൊക്കെ കഴിക്കുന്ന ജീവികളെ പിന്നെയും കഴിക്കുന്ന സംഭവങ്ങളുണ്ട്. അതൊക്കെയാണ് സെക്കൻഡ്, തേർഡ്. ഇതിനുള്ളിൽ തന്നെ പ്രൈമറി, അതായത് തേർഡ് 3 തരം ട്രോപ്പിക് ലെവൽസ് ആണ് നമ്മൾ പറഞ്ഞത്. പക്ഷെ ഈ തേർഡ് ട്രോപ്പിക് ലെവലിന്റെ അണ്ടറിൽ പിന്നെയും പ്രൈമറി ട്രോപ്പിക് ലെവൽ, സെക്കൻഡറി ട്രോപ്പിക് ലെവൽ ഇങ്ങനെ പോകുന്നുണ്ട്. കാരണം ഇപ്പൊ ലയൺ, ടൈഗർ, ഈ ലയൺ, ടൈഗർ ഇവരെയും കഴിക്കും, നമ്മളെ കാർണിവോഴ്സിനെയും കഴിക്കും. മനുഷ്യനെ കിട്ടിയാൽ സിംഹവും കടുവയൊക്കെ മനുഷ്യനെയും കഴിക്കും. ഓക്കെ, അതാണ് ഞാൻ ഉദ്ദേശിച്ചത്. അത് സെക്കൻഡറി ട്രോപ്പിക് ലെവൽ, പ്രൈമറി ട്രോപ്പിക് ലെവൽ, ഇങ്ങനെ പല ട്രോപ്പിക് ലെവൽ പോകും. അപ്പോൾ അത് നിങ്ങൾ മനസ്സിലാക്കി കൺഫ്യൂസ് ചെയ്യേണ്ട. നിങ്ങൾ ഇത്രയും മനസ്സിലാക്കിയാൽ മതി. 3 തരത്തിൽ ട്രോപ്പിക് ലെവൽ നമുക്ക് മനസ്സിലാക്കി വെക്കുക. ഫസ്റ്റ് വരുന്നത് പ്രൊഡ്യൂസേഴ്സ് ആണ്. പ്രൊഡ്യൂസേഴ്സ് എന്ന് പറയുമ്പോൾ പ്ലാന്റ്സിന്റെ എന്താണ്? പ്ലാന്റ്സ്, ദോസ് ഓർഗാനിസംസ് ദേ പ്രിപ്പയർ ദെയർ ഓൺ ഫുഡ്. അവർക്ക് വേണ്ട ആഹാരം അവർ സ്വയം ഉണ്ടാക്കുന്ന ടൈപ്പിനെയാണ് പ്ലാന്റ്സ് അല്ലെങ്കിൽ പ്രൊഡ്യൂസേഴ്സ് എന്ന് പറയുന്നത്. സെക്കൻഡ് വരുന്നത് എന്താണ്? ഹെർബിവോഴ്സ്. ഹെർബിവോഴ്സിന്റെ സ്പെഷ്യാലിറ്റി എന്താണ്? ദ ഓർഗാനിസംസ് ദേ കനോട്ട് അല്ലെങ്കിൽ ദേ കോൺ മേക്ക് ദെയർ ഓൺ ഫുഡ്. പക്ഷെ അവരെന്ത് ചെയ്യും? പ്ലാന്റ്സിനെ അല്ലെങ്കിൽ പ്രൊഡ്യൂസേഴ്സിനെ കഴിക്കുന്നുണ്ട്. അപ്പോൾ സ്വന്തമായിട്ട് ഭക്ഷണം ഉണ്ടാക്കാതെ ബട്ട് മറ്റ് ഓർഗാനിസത്തിനെ കഴിക്കുന്നതിൽ എക്സാമ്പിൾ ഏതാ വരിക? പശു, റാബിറ്റ്, ഇതൊക്കെ അതിൽ വരുന്നുണ്ട്. പിന്നെ തേർഡ് കാറ്റഗറിയിൽ വരുന്ന ഏതാണ്? കാർണിവോഴ്സ്. കാർണിവോഴ്സ് എന്ന് പറയുമ്പോൾ മാംസഭക്ഷകർ അല്ലെങ്കിൽ മീറ്റ് ഈറ്റിംഗ് ഓർഗാനിസത്തിനെയാണ് കാർണിവോഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ കാർണിവോഴ്സിന്റെ അണ്ടറിൽ മനുഷ്യർ വരും. അതുപോലെ തന്നെ ലയൺ, ടൈഗർ ഇതൊക്കെയുണ്ട്. ഈ ലയൺ, ടൈഗറിന്റെ അണ്ടറിൽ പിന്നെ സെക്കൻഡറി ആയിട്ട് നോക്കിയാൽ ഈ ലയൺ, ടൈഗറൊക്കെ കാർണിവോഴ്സ് ആയിട്ടുള്ള മനുഷ്യരെയും കഴിക്കുന്നുണ്ട്. ഓക്കെ, ഇതൊരു ഫുഡ് ചെയിൻ ആണ് നമ്മൾ പഠിച്ചത്. അപ്പൊ ഇത്രയും പഠിച്ചു വയ്ക്കുക. ഇത് കൂടുതൽ അങ്ങനെ ക്വസ്റ്റ്യൻ ആയിട്ടൊന്നും ഞാൻ ഇങ്ങനെ ഇതിൽ നിന്ന് കണ്ടിട്ടില്ല കേട്ടോ. പക്ഷെ ഇതിൽ നിന്ന് ഒരു ക്വസ്റ്റ്യൻ റീസെന്റ് കേട്ടിട്ടുണ്ടായിരുന്നു. ഫസ്റ്റ് ആയിട്ട് വരുന്ന ഫുഡ് ചെയിനിൽ ആദ്യം വരുന്ന ട്രോപ്പിക് ലെവലിൽ വരുന്ന പ്ലാന്റ്സിനെ പറയുന്ന വേറൊരു പേരെന്തെന്ന് പറഞ്ഞ് നമുക്ക് റീസെന്റ് ഒരു എക്സാമിന് ചോദ്യം ഉണ്ടായിരുന്നു. എന്താണ്? പ്രൊഡ്യൂസേഴ്സ് എന്ന പേരുണ്ടായിരുന്നു. അങ്ങനെ ചോദ്യങ്ങൾ വരും കേട്ടോ. അല്ലാതെ ഈ ഒരു ലെവലൊന്നും ഇങ്ങനെ പഠിച്ചു വെക്കണമെന്നില്ല. പക്ഷെ മനസ്സിലാക്കി വെക്കാം. ഓക്കെ, ഹ്യൂമൻ ബീങ്സ് ആർ ഓംനിവേഴ്സ് ആൻഡ് ദേ മേ ബിലോങ് ടു മോർ ദാൻ 1 ട്രോപ്പിക് ലെവൽ. നമ്മൾ പറഞ്ഞു ഹ്യൂമൻ ബീങ്സ് എന്ന് പറയുമ്പോൾ ഓംനിവേഴ്സ് ആണെന്നാണ് പറയുന്നത്. ബിക്കോസ് എന്താണ്? അവര് ഈ ഒരു ഡയറക്റ്റ് പ്ലാന്റ്സിനെയും കഴിക്കുന്നുണ്ട്, ഓൾസോ അവർ മീറ്റും കഴിക്കുന്നുണ്ട് അല്ലേ? നമ്മളിവിടെ പറഞ്ഞു ഹ്യൂമൻസിനെ എടുത്താൽ ഹ്യൂമൻസിന്റെ സ്പെഷ്യാലിറ്റി എന്താണ്? ഹ്യൂമൻസ് വന്ന് ഈ പ്ലാന്റ്സിനെയും കഴിക്കും. പ്ലാന്റ്സ് എന്ന് പറയുമ്പോൾ ചീര അല്ലെങ്കിൽ പലതരത്തിലുള്ള ഇല ഹ്യൂമൻസ് കഴിക്കും. ഓൾസോ എവിടെയുള്ള ഈ പശുവിനെയും റാബിറ്റിനെയൊക്കെ കഴിക്കുന്ന ആൾക്കാരും ഉണ്ട്, മീറ്റ് കഴിക്കുന്ന ആൾക്കാരും ഉണ്ട് അല്ലേ? അപ്പോൾ ഹ്യൂമൻ ബീങ്സ് എന്താണ്? ഓംനിവേഴ്സ് ആണ്. അതാണ് പറഞ്ഞിട്ടുള്ളത്. അത് നമുക്ക് ചോദിക്കുന്നുണ്ട് ക്വസ്റ്റ്യനിൽ. ഹ്യൂമൻ ബീങ്സിന്റെ ട്രോപ്പിക് ലെവലിൽ പറയുന്ന പേരെന്താണെന്ന് ഓംനിവേഴ്സ് എന്നാണ് പറയുന്നത്. അതും മറക്കല്ലോ കേട്ടോ. ഇത് മനസ്സിലാവുന്ന അറിയില്ലെങ്കിലും ഞാനിവിടെ നിങ്ങൾക്ക് മനസ്സിലാവാൻ പറ്റുന്ന രീതിയിലാണ് ജസ്റ്റ് ഒന്ന് ഇവിടെ നോട്ട് ചെയ്തിട്ട് തന്നത്. ഇത് വെച്ചൊന്ന് മനസ്സിലാക്കുക കേട്ടോ. പ്ലാന്റ്സ് ആദ്യം സെക്ഷനിൽ വരുന്നു, പ്ലാന്റ്സിനെ കഴിക്കുന്നവർ അതിന്റെ സെക്ഷനിൽ വരുന്നു. ആ
പ്ലാന്റ്സിനെ കഴിക്കുന്ന ഭക്ഷിക്കുന്ന ആ ഒരു പശുവിനെയൊക്കെ കഴിക്കുന്നവരുണ്ട്, അടുത്ത സെക്ഷനിൽ വരുന്നു. ഇങ്ങനെ കാര്യങ്ങളും മനസ്സിലാക്കി വെക്കാം. നെക്സ്റ്റ് വരുന്നത് ഫുഡ് ചെയിൻ ആണ്. ഓൾ ഓർഗാനിസംസ് ആർ ലിങ്ക്ഡ് ബൈ ട്രോപ്പിക് ലെവൽസ് ആൻഡ് വൺ ഓർഗാനിസം ബിക്കംസ് ഫുഡ് ഫോർ അതർ. സച്ച് ട്രാൻസ്ഫർ ഓഫ് ഫുഡ് എനർജി ഫ്രം വൺ ട്രോപ്പിക് ലെവൽ ടു അനദർ ലെവൽ ബൈ റിപ്പീറ്റഡ് പ്രോസസ് ഓഫ് ഈറ്റിംഗ് ബീങ് ഈറ്റൻ ഈസ് കാൾഡ് ഫുഡ് ചെയിൻ. എന്ന് പറഞ്ഞാൽ ഓൾ ഓർഗാനിസംസ്, എല്ലാ ജീവജാലങ്ങളും ട്രോപ്പിക് ലെവലുമായിട്ട് കണക്റ്റഡ് ആണ് അല്ലേ. ഇപ്പൊ നമ്മൾ ഓർത്തു പ്ലാന്റ്സ് ആക്ച്വലി ഈ കാർണിവോസ് ഒക്കെ ആയിട്ട് കണക്റ്റഡ് ആണ്. കാരണം പ്ലാന്റ്സിന് ഹെർബിവോസ് കഴിക്കുന്നതുകൊണ്ടാണ് ഹെർബിവോസിന് കാർണിവോസിനെ കഴിക്കാൻ പറ്റുന്നത് അല്ലേ. അപ്പോൾ എല്ലാ ഓർഗാനിസംസും ഈ ഒരു ട്രോപ്പിക് ലെവലുമായിട്ട് കണക്റ്റഡ് ആണ്. അപ്പോൾ ഒരു ഫുഡ് എനർജി ഒരു ട്രോപ്പിക് ലെവലിൽ നിന്നും വേറൊരു ട്രോപ്പിക് ലെവലിലോട്ട് ട്രാൻസ്ഫർ ഓഫ് ഫുഡ് എനർജീനെയാണ് ഫുഡ് ചെയിൻ എന്ന് പറയുന്നത്. ഓക്കെ, എന്താണ് കാര്യം? എവിടെയുള്ള ഈ പ്ലാന്റ്സ് ആഹാരമൊക്കെ ഉണ്ടാക്കി ഇങ്ങനെ ജീവിച്ചിരിക്കുകയാണ്. ഈ പ്ലാന്റ്സിന് ആര് കഴിച്ചു? പശു കഴിച്ചു. പശുവിന് ആര് കഴിച്ചു? കാർണിവോസ് കഴിച്ചു അല്ലേ. അപ്പോൾ എവിടെ നിന്ന് ഒരു എനർജി ഇങ്ങോട്ട് വരികയാണ്, ഫുഡ് എനർജി അവിടെ നിന്ന് ഇങ്ങോട്ട് പോവുകയാണ്, ഇവിടെ നിന്ന് ഇങ്ങോട്ട് പോവുകയാണ്. ഓക്കെ, അങ്ങനെ ഈ ട്രാൻസ്ഫർ ഓഫ് ഫുഡ് എനർജീനെയാണ് ഫുഡ് ചെയിൻ എന്ന് പറയുന്നത്. അത് വളരെ സിമ്പിൾ ആയിട്ടുള്ള കാര്യമാണല്ലോ. അത് മേ ബി നിങ്ങളുടെ ക്വസ്റ്റ്യൻ ആയിട്ട് വന്നേക്കാം. ട്രാൻസ്ഫർ ഓഫ് ഫുഡ് എനർജീനെ എന്താണെന്നാണ് വിശേഷിപ്പിക്കുന്നത്, എന്താണ് ഫുഡ് ചെയിൻ എന്നാണ് വിശേഷിപ്പിക്കുന്നത്. ഇനി പലതരത്തിലുള്ള ടൈപ്സ് ഓഫ് ഫുഡ് ചെയിനെ കുറിച്ച് ഇവിടെ പറഞ്ഞിട്ടുണ്ട്. നമ്പർ 1, grazing food chain. Starting from green plants, here the primary consumers are herbivores. Grazing food chain എന്ന് പറയുമ്പോൾ പ്ലാന്റ്സ് ഉള്ള ആ ഒരു സ്റ്റാർട്ടിങ് വരുന്നത് പ്ലാന്റ്സ് ആണല്ലോ, ചെടികളാണല്ലോ. ബിക്കോസ് ദേ മേക്ക് ദെയർ ഓൺ ഫുഡ്. സോ പ്ലാന്റ്സ് ആണ് ഫസ്റ്റ് ഫുഡ് ചെയിനിൽ എപ്പോഴും വരുന്നത്. അപ്പോൾ അതിനെയാണ് ഗ്രേസിക് ഫുഡ് ചെയിൻ എന്ന് പറയുന്നത്. ഡെട്രിയസ് ഫുഡ് ചെയിൻ ആണ് സെക്കൻഡ് വൺ. ദിസ് ചെയിൻ സ്റ്റാർട്ട്സ് ഫ്രം ഡെഡ് ഓർഗാനിക് മാറ്റർ ഓഫ് ഡീക്കേയിങ് ആൻഡ് മെറ്റബോളിക് വേസ്റ്റസ് ഓഫ് അനിമൽസ് ആൻഡ് പ്ലാന്റ്സ് ടു ദ പ്രൈമറി ഡെട്രിസ് ഫീഡിംഗ് ഓർഗാനിസംസ് കാൾഡ് ഡെട്രിവോസ്. ഇതിൽ വരുന്ന ഡെട്രിട്രിസ് ഫുഡ് ചെയിൻ. ഇതിൽ വരുന്നത് ഓരോ ഓർഗാനിസത്തിന്റെ ഈ ചീഞ്ഞ ശരീരവും മാംസ കഷ്ണവും ഇതെല്ലാം മണ്ണുമായിട്ട് അലിഞ്ഞു ചേരുമല്ലോ. ആ വരുന്ന കഷ്ണത്തിനെ അല്ലെങ്കിൽ ആ ഒരു ശരീരത്തിനെ, ഡെഡ് ബോഡീനെ ഈ മണ്ണിലുള്ള ഡീകമ്പോസേഴ്സ് കഴിച്ച് തിരിച്ച് മണ്ണിലോട്ട് അലിയിപ്പിച്ച് വിടുകയാണ്. അപ്പോൾ ആ ഒരു ഫുഡ് ചെയിനെയാണ് ഡെട്രിട്രിസ് ഫുഡ് ചെയിൻ എന്ന് പറയുന്നത്. മൂന്നാമത് വരുന്നത് പാരസിറ്റിക് ഫുഡ് ചെയിൻ ആണ്. ദ ഫുഡ് ചെയിൻ സ്റ്റാർട്ട്സ് ഫ്രം ഗ്രീൻ പ്ലാന്റ്സ് ആൻഡ് ഗോസ് ടു ഹെർബിവോർസ് ഓൺ വിച്ച് പാരസിറ്റിക് ഓർഗാനിസംസ് ഫീഡ്. ദ ചെയിൻ എൻഡ്സ് വിത്ത് പാരസിറ്റിക് ഓർഗാനിസംസ്. പ്ലാന്റ്സിൽ നിന്ന്, ഗ്രീൻ പ്ലാന്റ്സിൽ നിന്ന് തുടങ്ങി ഹെർബിവോർസിൽ തീരുന്ന ഫുഡ് ചെയിനെയാണ് എന്താണ് പാരാസിറ്റിക് ഫുഡ് ചെയിൻ എന്ന് പറയുന്നത്. മീൻസ് ഇപ്പൊ ഇവിടെ ഒരു പച്ചില ഇങ്ങനെ പൂത്ത് നിൽക്കുകയാണ്. ഓക്കെ, ഒരു പച്ചില, ഒരു പുല്ല് നിൽക്കുകയാണ്. അപ്പൊ ഇവിടെ നിന്ന് ഒരു പശു വന്നു ഈ പുല്ല് കഴിച്ചു. ഓക്കെ, അത് അവിടെ കൊണ്ട് തീർന്നു. അപ്പൊ പ്ലാന്റിന്റെ ജീവിതം തീർന്നില്ലേ, പ്ലാന്റ് പിന്നെ തളർക്കുന്നില്ലല്ലോ, പ്ലാന്റിനെ മുഴുവനോടെ കഴിച്ചു. അപ്പൊ ആ ഒരു ഫുഡ് ചെയിനെയാണ് പാരാസിറ്റിക് ഫുഡ് ചെയിൻ എന്ന് പറയുന്നത്. ഓക്കെ, അത്രയേ ഉള്ളൂ. 3 തരത്തിലുള്ള ഫുഡ് ചെയിനെ കുറിച്ച് നമ്മൾ പഠിച്ചു. നെക്സ്റ്റ് നമുക്ക് പഠിക്കാനുള്ളത് എക്കോസിസ്റ്റം ഫംഗ്ഷനെ കുറിച്ചാണ്. എങ്ങനെയാണ് ഈ ഒരു എക്കോസിസ്റ്റം ഫംഗ്ഷൻ ചെയ്യുന്നത്, എങ്ങനെയാണ് അതിൻ്റെ ഒരു പ്രൊസീജിയേഴ്സ് എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് ഇവിടെ പഠിക്കുന്നത്. It is very important that there is transfer and movement of energy for the ecosystem to function, and the cycling of matter and use of energy define the basic function of an ecosystem. ആഗോള വ്യവസ്ഥ അല്ലെങ്കിൽ ഈ ഒരു ആവാസ വ്യവസ്ഥ കറക്റ്റായിട്ട് പോകണമെങ്കിൽ എന്തായാലും എനർജി ട്രാൻസ്ഫർ ആവണം. പലതരത്തിലുള്ള, ഫസ്റ്റ് ഓഫ് ഓൾ ഫുഡ് എനർജി. ഈ പ്ലാന്റ്സിനെ ഓരോന്ന് കഴിക്കുന്നു, അവരെ നമ്മൾ കഴിക്കുന്നു, പ്ലാന്റ്സിനെ നമ്മൾ തന്നെ കഴിക്കുന്നു. ഇങ്ങനെ ഫുഡ് എനർജി ട്രാൻസ്ഫർ ആയി പോകുന്നു. അതുപോലെ തന്നെ പ്ലാന്റ്സ് ഈ കാർബൺ ഡയോക്സൈഡ് വലിച്ചെടുത്തിട്ട് ഓക്സിജൻ പുറത്തോട്ട് വിടുന്നു. ആ ഒരു ഓക്സിജൻ നമ്മൾ വലിച്ചെടുക്കുന്നു. അവിടെ ഓരോ ടൈപ്പ് എനർജി ഓരോ ഓർഗാനിസത്തിനായിട്ട് ഇങ്ങനെ കിട്ടുകയാണ്. ഓക്കെ, അതുകൊണ്ട് തന്നെ മസ്റ്റായിട്ട് മൂവ്മെന്റ് ഓഫ് എനർജി ഉണ്ടായിരിക്കണം, അല്ലെങ്കിൽ ട്രാൻസ്ഫർ ഓഫ് എനർജി ഉണ്ടായിരുന്നാൽ മാത്രമേ കറക്റ്റായിട്ട് എക്കോസിസ്റ്റം നിലനിന്ന് പോകത്തുള്ളൂ. ഇപ്പോൾ പ്ലാന്റ്സ് CO2 വലിച്ചെടുക്കാതെ, നമുക്ക് CO2 വലിച്ചെടുത്തില്ല, ഫോട്ടോസിന്തസിസ് നടന്നില്ലെങ്കിൽ ഓക്സിജനും കിട്ടില്ല അല്ലേ, കറക്റ്റായിട്ട് നമുക്ക് ഓക്സിജൻ കിട്ടില്ല. അങ്ങനെയാണെങ്കിലും മനുഷ്യരെല്ലാം എക്കോസിസ്റ്റത്തിൽ നിന്ന് മരിച്ചു പോവില്ലേ. ഓക്കെ, പിന്നെ ഗ്രീൻ പ്ലാന്റ്സ് ഇല്ല എങ്കിൽ ഈ പശുവും ആടൊക്കെ ഗ്രീൻ പ്ലാന്റ്സ് മാത്രമേ കഴിക്കുകയുള്ളൂ, അവർ ഈ മീറ്റ് ഒന്നും കഴിക്കില്ല. അങ്ങനെയാണെങ്കിൽ ഈ പ്ലാന്റ്സ് എല്ലാം നമ്മളുടെ ലോകത്തിൽ നിന്ന് ഇല്ലാതായാലും പശുവും ആടും എല്ലാം ചത്തു.
ഓക്കെ, അവരുടെ വംശനാശം സംഭവിക്കും. അപ്പോൾ ഉറപ്പായിട്ടും ഈ ഓരോ തരത്തിലുള്ള എനർജി ഓരോ ഓർഗാനിസത്തിൽ നിന്ന് വേറൊരു ഓർഗാനിസത്തിലോട്ട് കറക്റ്റായിട്ട് ട്രാൻസ്ഫർ ആയി പോകണം, എങ്കിൽ മാത്രമേ എക്കോസിസ്റ്റം നിലനിന്ന് പോവുള്ളൂ. പിന്നെ the flow of solar energy in an ecosystem is unidirectional, going to one direction. സോളാർ എനർജി എന്ന് പറഞ്ഞാൽ യൂണിഡയറക്ഷൻ ആണ്. ഇപ്പോൾ മുകളിൽ നിന്ന് സൂര്യൻ നമുക്ക് ആ ഒരു എനർജി താഴോട്ട് വരുന്നു, താഴെയുള്ള പ്ലാന്റ്സും ഹ്യൂമൻസും ഒക്കെ പലതരത്തിൽ ആ ഒരു എനർജി യൂട്ടിലൈസ് ചെയ്യുകയാണ്. തിരിച്ച് ഈ എനർജി ആ രീതിയിൽ പോകുന്നില്ല. ഓക്കെ, അതുകൊണ്ട് തന്നെ സോളാർ എനർജി എന്ന് പറഞ്ഞാൽ യൂണിഡയറക്ഷനിലാണ്. വിത്തൗട്ട് ദ സൺ ദ ബയോസ്ഫിയർ വുഡ് കൊളാപ്സ് ബിക്കോസ് പ്രൊഡ്യൂസേഴ്സ് യൂസ് സോളാർ എനർജി ആൻഡ് ന്യൂട്രിയൻസ് ആൻഡ് കൺവെർട്ട് ഇൻ ടു ഫുഡ് മെറ്റീരിയൽ സ്റ്റോർഡ് ഇൻ ദെയർ ബോഡീസ്. ഈ ഒരു ഭൂമിയിൽ സൂര്യനില്ല, സൂര്യൻ ഒരു ദിവസം ഉദിച്ചില്ല എങ്കിൽ ഉറപ്പായിട്ടും പിന്നെ ഭൂമി ഇല്ലാതായി പോവും, അല്ലെങ്കിൽ ഈ ഒരു ജീവജാലങ്ങളും കംപ്ലീറ്റ് ആയിട്ട് ഈ ഒരു ആവാസ വ്യവസ്ഥ ഇല്ലാതായി പോകും എന്നാണ് പറയുന്നത്. കാരണം നമ്മളുടെ സൂര്യനിൽ നിന്ന് ലഭിക്കുന്ന സൂര്യപ്രകാശവും മിനറൽസും യൂസ് ചെയ്താണ് പ്ലാന്റ്സ് ഫുഡ് പ്രിപ്പയർ ചെയ്യുന്നത്. ഫുഡ് പ്രിപ്പയർ ചെയ്ത് അവരിങ്ങനെ തഴിച്ചു കൊഴുത്തങ്ങ് നിൽക്കുന്നത്, മീൻസ് വളർന്ന് പന്തലിച്ച് നിൽക്കുന്നത് ഈ ഓരോ മരങ്ങളൊക്കെ അല്ലെ. അപ്പോൾ നമ്മളുടെ ഫുഡ് ചെയിനിൽ എപ്പോഴും ആദ്യത്തെ ട്രോപ്പിക് ലെവലിൽ വരുന്നത്, അല്ലെങ്കിൽ ഫുഡ് എനർജിയിൽ ഫുഡ് ചെയിനിൽ ആദ്യം വരുന്ന ലെവലിൽ എപ്പോഴും വരുന്നത് പ്രൊഡ്യൂസേഴ്സ് ആണ് വരുന്നത്. കാരണം പ്രൊഡ്യൂസേഴ്സ് എന്ന് പറയുമ്പോൾ പ്ലാന്റ്സ് ആണ് ഫസ്റ്റ് വരുന്നത്. കാരണം എന്താണെന്ന് നമ്മൾ ഒരുപാട് വട്ടം പറഞ്ഞു, ബിക്കോസ് ദേ മേക്ക് ദെയർ ഓൺ ഫുഡ്. അവർക്ക് വേണ്ട ആഹാരം അവർ സ്വയം പ്രിപ്പയർ ചെയ്യുകയാണ്. അവർക്ക് ആഹാരം പ്രിപ്പയർ ചെയ്യണമെങ്കിൽ സൂര്യന്റെ പ്രകാശം വേണം. ഓക്കെ, അങ്ങനെ ഒരു ദിവസം സൂര്യൻ ഉദിച്ചില്ല എങ്കിൽ സൂര്യപ്രകാശം ഈ പ്ലാന്റ്സിന് കിട്ടില്ല. പ്ലാന്റ്സിന് കിട്ടിയില്ലെങ്കിൽ എന്ത് ചെയ്യും? പ്ലാന്റ്സ് പതിയെ വാടി വീഴാൻ തുടങ്ങും. കാരണം അവർക്ക് ഫുഡ് കിട്ടുന്നില്ലല്ലോ. പ്ലാന്റ്സ് വാടി വീഴുന്നു. അങ്ങനെ വീഴുമ്പോൾ കോമൺലി എന്ത് സംഭവിക്കും? പശുവിനും ആടിനും ഒന്നും കഴിക്കാൻ ഫുഡ് കിട്ടില്ല. ഫുഡ് കിട്ടാതെ ആകുമ്പോൾ അവരും മരിക്കുന്നു, അവരും വംശനാശത്തിൽ പെടുന്നു, അവരെ കഴിക്കുന്ന മറ്റ് ജീവികൾ വംശനാശത്തിൽ പോകുന്നു. അങ്ങനെ വന്ന് ഈ ഒരു ബയോസ്ഫിയർ അല്ലെങ്കിൽ ഈ ഒരു ലോകം തന്നെ ഇല്ലാതായി പോകുമെന്നാണ് ഇവിടെ പറയുന്നത്. സോ പ്ലാന്റ്സ് ഉണ്ടെങ്കിലേ ഈ ഒരു ഭൂമി നിലനിന്ന് പോവുള്ളൂ എന്ന് നിങ്ങൾക്ക് ഇപ്പോൾ മനസ്സിലായല്ലോ. വിത്ത് ദ ഫ്ലോ ഓഫ് എനർജി ദർ ഈസ് സർക്കുലേഷൻ ഓഫ് ന്യൂട്രിയൻസ് ഇൻക്ലൂഡിംഗ് കാർബൺ, ഹൈഡ്രജൻ, ഓക്സിജൻ ആൻഡ് നൈട്രജൻ, സോഡിയം, കാൽഷ്യം ആൻഡ് പൊട്ടാഷ്യം. ഇറ്റ് ഈസ് നെസസറി ദാറ്റ് ദ ഫ്ലോ ഓഫ് എനർജി ആൻഡ് സൈക്ലിംഗ് ഓഫ് ന്യൂട്രിയൻസ് ഈസ് കണ്ടിന്യൂസ്. നമുക്ക് ഈ ഒരു എനർജി കിട്ടുന്നതിലൂടെ, ഇപ്പോൾ ഫുഡ് എനർജി ആണെങ്കിലും പലതരത്തിലുള്ള എനർജി ആണെങ്കിലും ഈ അന്തരീക്ഷത്തിൽ ഈ ഒരു കാറ്റുകൾ ഇങ്ങനെ എനർജി ട്രാൻസ്ഫർ ആയി പോകുന്നതാണേലും അതിൽ പലതരത്തിലുള്ള എനർജി പോകുന്നുണ്ട്, പലതരത്തിലുള്ള ന്യൂട്രിയൻസ് പോകുന്നുണ്ട്. CO2, H2O, മറ്റെന്താണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്, കാർബൺ, ഹൈഡ്രജൻ, ഓക്സിജൻ ആൻഡ് നൈട്രജൻ, സോഡിയം, കാൽഷ്യം, പൊട്ടാസ്യം, ഇങ്ങനെ പലതരത്തിലുള്ള കമ്പോണൻസ് ഷെയർ ആയി പോകുന്നുണ്ട്. അപ്പോൾ സൂര്യൻ ഉദിച്ചില്ല, പ്ലാന്റ്സ് വളർന്നില്ല എങ്കിൽ ആ ലോകം ഇല്ലാതായി പോകും. അതുകൊണ്ട് നിർബന്ധമായിട്ടും ഇറ്റ് ഈസ് നെസസറി ദാറ്റ് ദ ഫ്ലോ ഓഫ് എനർജി ആൻഡ് സൈക്ലിംഗ് ഓഫ് ന്യൂട്രിയൻസ് ഈസ് കണ്ടിന്യൂസ്. നിർബന്ധമായിട്ടും എനർജി ട്രാൻസ്ഫർ ആയിരിക്കണം, എനർജി ട്രാൻസ്ഫർ ആയി മുന്നോട്ട് പോയിരിക്കണം, എങ്കിലേ ഈ ഒരു ഭൂമി നിലനിന്ന് പോവുള്ളൂ. ഇതാണ് ഇത്രയും നേരം നമ്മൾ എക്കോസിസ്റ്റം പഠിച്ചതിൻ്റെ ആ ഒരു കൺക്ലൂഷൻ വരുന്നത് ഇങ്ങനെയാണ്. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് പഠിക്കാനുള്ളത് ന്യൂട്രിയന്റ് സൈക്കിളാണ്. നമ്മൾ നേരത്തെ പറഞ്ഞു ഫുഡ് ചെയിൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ട്രാൻസ്ഫർ ഓഫ് ഫുഡ് എനർജിയാണ് ഫുഡ് ചെയിൻ എന്ന് പറഞ്ഞു അല്ലെ, അല്ലെങ്കിൽ ഫുഡ് സൈക്കിൾ എന്ന് പറഞ്ഞാൽ ട്രാൻസ്ഫർ ഓഫ് ഫുഡ് എനർജിയാണ്. അതുപോലെ തന്നെ ന്യൂട്രിയന്റ് സൈക്കിൾ എന്ന് പറഞ്ഞാൽ പലതരത്തിലുള്ള ന്യൂട്രിയൻസിന്റെ ട്രാൻസ്ഫറിനെയാണ്, അല്ലെങ്കിൽ കൈമാറ്റം ചെയ്തു പോകുന്ന ആ ഒരു ട്രാൻസ്ഫർ ഓഫ് ന്യൂട്രിയൻസ് എനർജീസിനെയാണ് ന്യൂട്രിയന്റ് സൈക്കിൾ എന്ന് പറയുന്നത്. നമുക്ക് ഡെഫിനിഷൻ നോക്കാം. A nutrient cycle may be defined as the movement and exchange of organic and inorganic matter back into the production of matter. Organisms need large quantities of micronutrients and very small quantity of micronutrients. About 97% of our body mass is made up of carbon, hydrogen, oxygen and nitrogen and phosphorus as elements and components. Apart from this, there are 50 to 25 other elements which are needed for the survival of the plants. ഇത് ആ ഒരു ന്യൂട്രിയന്റ് എനർജി അല്ലെങ്കിൽ പലതരത്തിലുള്ള ന്യൂട്രിയൻ സൈക്കിൾസ്, പലതരത്തിലുള്ള എനർജീസ് ട്രാൻസ്ഫർ ആവുന്നതിനുള്ള കൊണ്ടുള്ള കാര്യമാണ് ന്യൂട്രിയൻ സൈക്കിളിൽ പറഞ്ഞിട്ടുള്ളത്. അതിൽ പറഞ്ഞിട്ടുള്ളത് നമ്മുടെ ശരീരത്തിലെ 97% ഓഫ് അവർ ബോഡി മാസ് ഈസ് മെയ്ഡ് ഓഫ്, നമ്മുടെ ശരീരത്തിലെ നല്ലൊരു ശതമാനവും മെയ്ഡ് ചെയ്തിട്ടുള്ളത് വെള്ളം കൊണ്ടാണ്.
അതറിയാമല്ലോ. അതുകൊണ്ടാണ് ഓരോ മനുഷ്യന്റെ ശരീരത്തിലും വെള്ളം വളരെ പ്രധാനപ്പെട്ടതെന്ന് പറയുന്നത്. ഒരു മനുഷ്യൻ നിർബന്ധമായിട്ടും പർട്ടിക്കുലർ ആയിട്ട് ഒരു എമൗണ്ട് ഓഫ് വാട്ടർ ഒരു ദിവസം കുടിച്ചിരിക്കണം. വെള്ളം കുടിച്ചില്ലെങ്കിൽ ആ മനുഷ്യൻ ചത്തു. കാരണം നമ്മളുടെ ശരീരത്തിൽ വെള്ളം കുറവാണെങ്കിൽ നമ്മളുടെ ശരീരം ഡീഹൈഡ്രേറ്റ് ആവും. ഡീഹൈഡ്രേറ്റ് ആയിട്ട് നമ്മൾ എന്നിട്ടും വെള്ളം കുടിച്ചില്ല, അതിനുള്ള കാര്യങ്ങളൊന്നും ചെയ്തില്ലെങ്കിൽ നമ്മൾ മരിച്ചു. നമ്മൾ ആദ്യം ഫസ്റ്റ് നമ്മളുടെ ശരീരത്തിൽ വെള്ളം കുറവാണെങ്കിൽ നമ്മളുടെ ചുണ്ടുകൾ വരളും. ആദ്യം ചുണ്ടുകൾ വരണ്ട് കഴിഞ്ഞ് തുടങ്ങിയാൽ ഫസ്റ്റായിട്ട് നിങ്ങൾ ഉടൻ തന്നെ വെള്ളം കുടിക്കണം. വെള്ളം കുടിച്ചില്ലെങ്കിൽ പെട്ടെന്ന് ഡീഹൈഡ്രേറ്റ് ആവും. പിന്നെ നമുക്ക് പെട്ടെന്ന് അസുഖങ്ങളൊക്കെ വരാൻ ചാൻസ് ഉണ്ട്. സോ അതാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. ബിക്കോസ് അവർ മോസ്റ്റ് ഓഫ് പെർസെൻറ്റേജ് അവർ ബോഡി ഈസ് ബിൽഡപ്പ് ഓഫ് വാട്ടർ. വാട്ടർ കൊണ്ടാണ് നമ്മുടെ ഒരു ബോഡിയിലെ നല്ലൊരു ബോഡി മാസം മെയ്ഡ് ചെയ്തിട്ടുള്ളത് വാട്ടർ കൊണ്ടാണ്. അതുകൊണ്ട് വാട്ടർ ഇല്ലെങ്കിൽ നമുക്ക് ഒരിക്കലും ജീവിക്കാനായിട്ട് പറ്റില്ല. ഓൾസോ 97% ഓഫ് അവർ ബോഡി മാസ് ഈസ് മെയ്ഡ് അപ്പ് ഓഫ് കാർബൺ, നൈട്രജൻ, ഇങ്ങനെയുള്ള പല കമ്പോണൻസ് വെച്ചാണ് നമ്മളുടെ ബോഡി മെയ്ഡ് ചെയ്തിട്ടുള്ളത്. പിന്നെ എന്താണ് പറഞ്ഞിട്ടുള്ളത്? All these elements keep circulating from non-living to living and then back to the non-living components of the ecosystem. This system is called biogeochemical cycling. അപ്പോൾ ഓരോ എലമെന്റ്സും ഇങ്ങനെയുള്ള ഞാൻ പറഞ്ഞ പോലെയുള്ള പലതരത്തിലുള്ള എലമെന്റ്സ് എല്ലാം, അതിപ്പോൾ മൈക്രോ ന്യൂട്രിയൻസ് ആയിക്കോട്ടെ, മാക്രോ ന്യൂട്രിയൻസ് ആയിക്കോട്ടെ, ഇങ്ങനെയുള്ള പല എലമെന്റ്സും ഒരു ജീവിയിൽ നിന്ന് അടുത്ത ജീവിയിലോട്ട്, അവിടെ നിന്ന് വീണ്ടും ഇങ്ങോട്ട്, അങ്ങനെ റീസൈക്കിൾ ആയിക്കൊണ്ടിരിക്കുകയാണ്. ഈ ഒരു പ്രൊസീജിയറിനെയാണ് ദിസ് സിസ്റ്റം ഈസ് കാൾഡ് ബയോജിയോകെമിക്കൽ സൈക്ലിംഗ് എന്നാണ് ഇതിനെ പറയുന്നത്. ഈ ന്യൂട്രിയന്റ് സൈക്കിൾ എടുത്താൽ 2 ടൈപ്പ് ബേസിക് ആയിട്ടുള്ള സൈക്കിൾസ് ആണ് ഉള്ളത്. റിസോവിയർ ബേസ് ചെയ്താൽ, അല്ലെങ്കിൽ ജലാശയങ്ങൾ ഉണ്ടല്ലോ, അങ്ങനെയുള്ള വാട്ടർ റിസോഴ്സസ് റിലേറ്റ് ചെയ്താൽ 2 ടൈപ്പ് ബേസിക് സൈക്കിൾസ് ആണ് ഉള്ളത്. അതിലൊന്ന് ഗ്യാഷ്യസ് സൈക്കിളാണ്. ഗ്യാഷ്യസ് സൈക്കിൾ എന്ന് പറയുമ്പോൾ നമ്മളുടെ വാട്ടർ ഉണ്ടെങ്കിൽ അവിടെ നിന്ന് സൺലൈറ്റ് വരുന്നു, സൺലൈറ്റിൽ ഒരുപാട് ഗ്യാസസ് ഉണ്ടാവും, അത് പിന്നെ ഇവാപ്പറേറ്റ് ആയി പിന്നെ മുകളിലോട്ട് പോകുന്നു, മഴ പെയ്യുന്നു, അങ്ങനെയുള്ള ഗ്യാഷ്യസ് സൈക്കിള്. പിന്നെ വരുന്നത് സെഡിമെന്ററി സൈക്കിളാണ്. സെഡിമെന്ററി സൈക്കിൾ വിച്ച് ഹാവ് ദ എർത്ത് ക്രസ്റ്റ് ആർ ദ റിസോവിയർ പോൾ. അത് എർത്തിന്റെ ക്രസ്റ്റ്, അല്ലെങ്കിൽ എർത്തിന്റെ ആ ഒരു ക്രസ്റ്റ് ഉണ്ടല്ലോ, എർത്തിന്റെ ആ ഒരു ഭാഗം, ആ ഒരു പോർഷനിൽ വരുന്ന സൈക്കിളിനെയാണ് സെഡിമെന്ററി സൈക്കിൾ എന്ന് പറയുന്നത്. അത് കൂടുതൽ മെൻഷൻ ചെയ്തിട്ടില്ല കേട്ടോ. അത് കഴിഞ്ഞ് ഒരു 3-4 ടൈപ്പ് ഓഫ് സൈക്കിൾസ്, ന്യൂട്രിയന്റ് സൈക്കിളിനെ കുറിച്ച് ഇവിടെ പറയുന്നുണ്ട്. നമ്മൾ പറഞ്ഞു ന്യൂട്രിയന്റ് സൈക്കിൾ എന്താണ്? ട്രാൻസ്ഫർ ഓഫ് ന്യൂട്രിയന്റ് എനർജീസ് ആണ്, അല്ലെങ്കിൽ ഒരു സ്ഥലത്ത് നിന്ന് വേറൊരു കമ്പോണന്റിലോട്ട് ട്രാൻസ്ഫർ ചെയ്യുന്ന ഒരു സൈക്കിളിനെയാണ് ന്യൂട്രിയന്റ് സൈക്കിൾ എന്ന് പറയുന്നത്. അതിൻ്റെ അണ്ടറിൽ കുറച്ചധികം സൈക്കിൾസ് നമുക്ക് പഠിക്കാനായിട്ടുണ്ട്. അതിൽ ഫസ്റ്റ് വൺ ഗ്യാഷ്യസ് സൈക്കിളാണ്. Some most important gaseous cycle are water, carbon and nitrogen cycles. In water cycle, plants absorb water from the soil and during transpiration, plants release water. Almost 70% of the body of the animals is made up of water. They need water to drink and when they perspire. ഇവിടെ gaseous cycle വരുന്നത് പലതരത്തിലുള്ള ഗ്യാസുകൾ തമ്മിലുള്ള സൈക്കിളാണ്. അതിലിപ്പോൾ എക്സാമ്പിൾ എടുത്താൽ വാട്ടർ എടുക്കാം, അല്ലെങ്കിൽ H2O എടുക്കാം. H2O എടുത്താൽ നമ്മളിപ്പോൾ വെള്ളം കുടിക്കുകയാണ്. വെള്ളം കുടിക്കുന്ന ടൈമിൽ ഈ വെള്ളം എങ്ങനെയാണ് ഉണ്ടാവുന്നത്? ഓക്സിജനും ഹൈഡ്രജനും ഒക്കെ ചേർന്നാണ് ആ ഒരു വെള്ളം ഉണ്ടാവുന്നത്. ഓക്കെ, അവിടെ നിന്ന് ആ വെള്ളം നമ്മൾ കുടിക്കുകയാണ്. നമ്മൾ പിന്നെ ഓടുമ്പോഴോ ചാടുമ്പോഴോ വേർക്കുമ്പോൾ നമ്മുടെ ശരീരത്തിൽ നിന്ന് ആ വെള്ളം റിലീസായി പിന്നെ അറ്റ്മോസ്ഫിയറിലോട്ട് പോവുകയാണ്. ആ വെള്ളം പിന്നെയും ക്ലീനായി ഫിൽട്ടറായി നമ്മളത് കുടിക്കുന്നു, പിന്നെ അത് റീസൈക്കിളായി പോകുന്നു. അങ്ങനെ ആ ഒരു ടൈപ്പ് ഓഫ് ഗ്യാഷ്യസ് റീസൈക്ലിങ്ങിനെയാണ്, അല്ലെങ്കിൽ ആ ഒരു സൈക്കിളിനെയാണ് ഗ്യാഷ്യസ് സൈക്കിൾ എന്ന് പറയുന്നത്. നെക്സ്റ്റ് വൺ ഉള്ളത് ദ കാർബൺ സൈക്കിൾ. അത് നേരത്തെ പറഞ്ഞ പോലെ ഗ്യാഷ്യസ് സൈക്കിൾ ഗ്യാസ് തമ്മിലുള്ള സൈക്ലിംഗ് പ്രൊസീജിയർ ആണെങ്കിൽ കാർബൺ സൈക്കിൾ എന്തായിരിക്കും? കാർബൺ ഗ്യാസ് തമ്മിലുള്ള ആ ഒരു സൈക്ലിംഗ് പ്രോസീജേഴ്സ്, ഒരിടത്ത് നിന്ന് മറ്റിടത്ത്, അവിടെ നിന്ന് പിന്നെ ഇങ്ങോട്ട്, അവിടെ നിന്ന് ഇങ്ങോട്ട്, അങ്ങനെയുള്ള ആ ഒരു റീസൈക്ലിംഗ് പ്രൊസീജിയറിനെയാണ് കാർബൺ സൈക്കിൾ എന്ന് പറയുന്നത്. കാർബൺ ഓക്യുപ്പൈസ് എ സ്മാൾ സ്പേസ് ഇൻ ദ അറ്റ്മോസ്ഫിയർ. കാർബൺ ഈസ് ദ മെയിൻ എലമെന്റ് ഇൻ ഓർഗാനിക് കമ്പൗണ്ട്സ് ആൻഡ് ഇറ്റ് ഈസ് വെരി എസെൻഷ്യൽ ഫോർ ലൈഫ് ഓൺ എർത്ത് ബിക്കോസ് ഇറ്റ് പ്രൊഡ്യൂസ് carbohydrates through photosynthesis by plants using carbon dioxide and water in the presence of solar energy.
അപ്പോൾ വേറെ ഏത് സൈക്കിളും നമുക്ക് വേണ്ടാന്നൊക്കെ വായിക്കാം. പക്ഷെ കാർബൺ സൈക്കിൾ, ന്യൂട്രിയന്റ് സൈക്കിൾ എടുത്താൽ കാർബൺ സൈക്കിളാണ് ഏറ്റവും പ്രധാനപ്പെട്ടതെന്നാണ് പറയുന്നത്. കാരണം ഈ ഒരു എർത്തിന്റെ സർഫസിൽ ഈ ജീവജാലങ്ങൾ നിലനിന്ന് പോകണമെങ്കിൽ കാർബൺ സൈക്കിൾസ് നിർബന്ധമായിട്ട് ഉണ്ടായിരിക്കണം. കാരണം കാർബൺ അടങ്ങിയതാണ് കാർബൺ ഡയോക്സൈഡ് അല്ലെ, CO2. അപ്പൊ ഈ ഒരു CO2 ആണ് പ്ലാന്റ്സ് വലിച്ചെടുക്കുന്നത്. അങ്ങനെയാണ് ഫോട്ടോസിന്തസിസ് പ്രോസസ്സ് അവിടെ നടക്കുന്നത്. അപ്പൊ ഫോട്ടോസിന്തസിസ് നടന്നില്ല എങ്കിൽ ഓക്സിജൻ പുറത്തോട്ട് വിടുവോ? ഫോട്ടോസിന്തസിസ് നടന്നില്ല എങ്കിൽ ഫുഡ് ചെയിനെ അതൊക്കെ അഫക്ട് ചെയ്യും, ഫുഡ് സൈക്കിളിനെ അത് അഫക്ട് ചെയ്യും അല്ലെ. അതുകൊണ്ട് തന്നെ കാർബൺ സൈക്കിൾ നിർബന്ധമായിട്ട് ഭൂമിയിൽ നടന്നിരിക്കണം, കറക്റ്റ് ആയിട്ട് നടക്കണമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ ട്രാൻസ്ഫർ ഓഫ് കാർബൺ സൈക്കിളിനെയാണ് ട്രാൻസ്ഫർ ഓഫ് കാർബൺ എനർജിനെയാണ് കാർബൺ സൈക്കിൾ എന്ന് ഇവിടെ പറയുന്നത്. പിന്നെ പറഞ്ഞിട്ടുള്ളത് ഗ്ലോബൽ കാർബൺ സൈക്കിളാണ്. നമ്മളിപ്പോൾ ജസ്റ്റ് ഒരു ചെറിയൊരു കാർബൺ സൈക്കിളാണ് പറഞ്ഞത്. ആഗോളപരമായിട്ട് ലോകത്തിന് മുഴുവനായിട്ട് എടുത്താൽ വരുന്ന കാർബൺ സൈക്കിളിനെ നോക്കിയാൽ ഓഷ്യൻസിനെ കുറിച്ചാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. Some carbon gets accumulated as organic matter or as insoluble carbonates in sediments at the bottom of aquatic system. Such carbon finally becomes sedimentary rocks such as limestone and dolomite, which can remain in deep oceans for millions of years. Such rocks release their carbon dioxide, carbonites and biocarbonates into rivers. അത് നമ്മൾ ജസ്റ്റ് ചെറിയൊരു കാർബൺ സൈക്കിളാണ് പറഞ്ഞത്. ഏതാണ്? ഫോട്ടോസിന്തസിസ് എന്നുള്ള ഒരു പ്രൊസീജിയറിൽ പറഞ്ഞത്. പക്ഷെ നമുക്ക് ആഗോളപരമായിട്ടുള്ള ഏറ്റവും വലിയ കാർബൺ സൈക്കിൾ എവിടെയാണ് നടക്കുന്നതെന്ന് പറഞ്ഞാൽ അത് ഓഷ്യനിലാണ് നടക്കുന്നത്, സമുദ്രത്തിലാണ് നടക്കുന്നത്. സമുദ്രത്തിൽ ആ ഒരു കാർബൺ സൈക്കിൾ നടന്നിട്ട് ആ ഒരു കാർബൺ ഈ ഒരു ഓഷ്യന്റെ അല്ലെങ്കിൽ ആ ഒരു വാട്ടർ റിസോഴ്സിന്റെ, ഓഷ്യനിലാണ് നോർമലി നടക്കുന്നത്, ആ വലിയ സമുദ്രത്തിന്റെ അടിത്തട്ടിൽ അത് അടിഞ്ഞുകൂടിയിട്ട് അത് പലതരത്തിലുള്ള കല്ലുകളായിട്ട് ഫോം ചെയ്തിട്ട് ലൈംസ്റ്റോൺ എന്ന് പറയുമ്പോൾ ചുണ്ണാമ്പ് കല്ല് നിങ്ങൾ കേട്ടിട്ടുണ്ടാവുമല്ലോ, ഒരു വൈറ്റ് കളറിൽ വരുന്ന ഈ ചുണ്ണാമ്പ് കല്ലൊക്കെ കാർബൺ വർഷങ്ങളോളം ഇരുന്നാണ് ഫോമായി വരുന്നത്. അങ്ങനെ പലതരത്തിലുള്ള സെഡിമെന്ററി റോക്സ്, പലതരത്തിലുള്ള പാറകൾ, ഇതെല്ലാം ഫോം ആവും. ഈ റോക്സ് പിന്നെ കാർബൺ കൊണ്ട് നിർമ്മിച്ച റോക്ക് ആയതുകൊണ്ട് അത് പിന്നെ എഗെയിൻ ഈ ഒരു കാർബൺ റിലീസ് ചെയ്യും. അങ്ങനെ അത് ഓഷ്യന്റെ മുകളിൽ ചെല്ലും. ഓഷ്യനിൽ നിന്ന് പിന്നെയും സൺലൈറ്റ് ഒക്കെ അടിച്ച് താഴോട്ട് വന്ന് അക്കുമുലേറ്റ് എന്ന് പറയുമ്പോൾ അടിഞ്ഞുകൂടും. ഓഷ്യന്റെ അടിയിൽ ഈ കാർബൺ അടിഞ്ഞുകൂടി പിന്നെയും അത് പാറകളോ ലൈംസ്റ്റോണോ ഒക്കെ ആയി മാറും. അതാണ് ഗ്ലോബലി ഉള്ള ഏറ്റവും ബിഗ്ഗസ്റ്റ് ആയിട്ടുള്ള കാർബൺ സൈക്കിൾ ഏതാണെന്നുള്ള ഒരു ചോദ്യം വന്നാൽ അത് ഈ ഒരു സൈക്കിളാണ്. ഓക്കെ, പിന്നെ ഉള്ളത് സെഡിമെന്ററി സൈക്കിൾ എന്നുള്ളൊരു പോർഷൻ ഉണ്ട്. സെഡിമെന്ററി സൈക്കിൾ നമ്മൾ നേരത്തെ പറഞ്ഞു, ന്യൂട്രിയൻ സൈക്കിളിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള രണ്ട് സൈക്കിൾസ് ഗാഷിയസ് സൈക്കിളും ഒന്ന് സെഡിമെന്ററി സൈക്കിളും ആണെന്ന്. അതിലുള്ള സെഡിമെന്ററി സൈക്കിൾ സർക്കുലേറ്റ്സ് ഫോസ്ഫറസ്, കാൽഷ്യം, magnesium in the sedimentary cycles. The element does not cycle through atmosphere by the erosion, sedimentation, mountain, volcanic activity. ഇതെന്ന് പറയുമ്പോൾ സെഡിമെന്ററി സൈക്കിൾസ് എന്ന് പറയുമ്പോൾ പലതരത്തിലുള്ള സെഡിമെന്റ്സ് റീസൈക്കിൾ ആയി വരുന്ന പ്രോസസ്സിനെയാണ് സെഡിമെന്ററി സൈക്കിൾ എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ ഇപ്പൊ പറഞ്ഞ കാര്യങ്ങളെല്ലാം അറ്റ്മോസ്ഫിയറിലാണ് നടക്കുന്നത്. ഗാസിയസ് സൈക്കിൾ എന്ന് പറയുമ്പോൾ അറ്റ്മോസ്ഫിയറിലാണ് അത് സൈക്ലിംഗ് ആയിട്ട് പോകുന്നത്. ഇനി കാർബൺ സൈക്കിൾ എന്ന് പറയുമ്പോൾ അതും അറ്റ്മോസ്ഫിയറിലാണ് നടക്കുന്നത്. പക്ഷേ സെഡിമെന്ററി സൈക്കിൾ എന്ന് പറഞ്ഞാൽ അറ്റ്മോസ്ഫിയറിലല്ല നടക്കുന്നത്. കാരണം ഈ സെഡിമെന്റ്സ് എന്ന് പറയുന്ന സംഭവം അറ്റ്മോസ്ഫിയറിൽ കോമൺ ആയിട്ട് കാണാൻ പറ്റില്ല. സെഡിമെന്റ്സ് പുറത്തോട്ട് അറ്റ്മോസ്ഫിയറിലോട്ട് വരുന്നത് എപ്പോഴാന്ന് വെച്ചാൽ വോൾക്കാനിക് ഇറപ്ഷൻ വരുമ്പോൾ, അഗ്നിപർവ്വതം പോലുള്ള കാര്യങ്ങൾ, ഭൂമിയുടെ ഉള്ളിലുള്ള ലാവ എന്നുള്ള കാര്യം കേട്ടിട്ടുണ്ടല്ലോ, ഭൂമിയുടെ അടിയിലുള്ള ലിക്വിഡുകൾ, ഇതിലാണ് ഈ സെഡിമെന്ററി ആയിട്ടുള്ള ഓരോ കാര്യങ്ങൾ ഉണ്ടാവുക, സെഡിമെന്റ്സ് ഒക്കെ ഉണ്ടാവുക. അപ്പോൾ ഈ വോൾക്കാനിക് ഇറപ്ഷൻ എന്ന് പറയുമ്പോൾ ഭൂമിയുടെ അകത്തുള്ള ആ ഒരു ലാവ പുറത്തോട്ട് ഇങ്ങനെ ഡിസ്ചാർജ് ആയി വരികയാണ് അല്ലേ. അപ്പോൾ അങ്ങനെ ഭൂമിയുടെ അകത്തുള്ള കാര്യങ്ങളൊക്കെ ഡിസ്ചാർജ് ആയി വരുന്ന അതിൽ സെഡിമെന്റ്സ് കാണാൻ പറ്റും. സോ അത് ഇറ്റ്സ് നോട്ട് ഒക്യൂർ ഇൻ അറ്റ്മോസ്ഫിയർ. ഈ ഒരു സൈക്കിൾ അറ്റ്മോസ്ഫിയറിൽ നടക്കില്ല എന്നാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. പിന്നെ ലാസ്റ്റ് വൺ പറഞ്ഞിട്ടുള്ള സൈക്കിള് സൾഫർ സൈക്കിളാണ്. സൾഫർ സൈക്കിൾ എന്ന് പറയുമ്പോൾ മനസ്സിലായി കാണുമല്ലോ, നമ്മളെല്ലാം പറഞ്ഞ പോലെ ഗാസിയസ് സൈക്കിൾ എന്ന് പറയുമ്പോൾ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ഗ്യാസസ് ആണ് സൈക്കിളായിട്ട് പോകുന്നത്. സൈക്കിൾ എന്ന് പറഞ്ഞാൽ ഒരിടത്ത് അപ്പുറത്ത് പോകുന്നു, അവിടെ നിന്ന് പിന്നെ റീസൈക്കിൾ ആയിട്ട് വരികയാണ്. കാർബൺ സൈക്കിൾ എന്ന് പറയുമ്പോൾ കാർബൺ തമ്മിലുള്ള റീസൈക്ലിംഗ് ആണ്. അറ്റ് ദ സെയിം ടൈം സൾഫർ സൈക്കിൾ എന്താണ്, സൾഫർ തമ്മിലുള്ള റീസൈക്ലിംഗ് ആവും. അത് നിങ്ങൾ ജസ്റ്റ് ഒന്ന് തോട്ട് ചെയ്യുക കേട്ടോ. ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്ക് മനസ്സിലായി കാണുമല്ലോ ഇത്രയും പഠിച്ചപ്പോൾ. അപ്പോൾ
The sulfur cycle includes processes by which sulfur moves between rocks, waterways, and its living system. In the atmosphere, small quantities of sulfur are found in gaseous forms of hydrogen sulfide and sulfur dioxide. Sulfur enters the atmosphere by volcanic eruption, combustion of fossil fuels, and from surface of ocean and from gases released by decomposition. അപ്പോൾ സൾഫർ തമ്മിലുള്ള റീസൈക്ലിംഗ് പ്രൊസീജിയറിനെയാണ് സൾഫർ സൈക്കിൾ എന്ന് പറയുന്നത്. അപ്പോൾ സൾഫർ കോമൺലി റിലീസ് ആവുന്നത്, ഈ ഒരു അറ്റ്മോസ്ഫിയറിലോട്ട് വരുന്നത് റോക്കിൻ്റെ ഇടയിൽ നിന്നും പാറക്കൂട്ടത്തിൻ്റെയൊക്കെ ഇടയിൽ നിന്നും കല്ലിൻ്റെ ഇടയിൽ നിന്നൊക്കെയാണ് ഈ ഒരു സൾഫർ പുറത്തോട്ട് വരുന്നത്. അതുപോലെ തന്നെ നമ്മളുടെ അന്തരീക്ഷത്തിൽ ചെറിയ ക്വാണ്ടിറ്റി ഓഫ് സൾഫർ ഓൾറെഡി ഉണ്ട്. എങ്ങനെയാണ്? ഹൈഡ്രജൻ സൾഫൈഡ് ആയിട്ടും സൾഫർ ഡയോക്സൈഡ് ഒക്കെ ആയിട്ട് ഓൾറെഡി സൾഫൈഡ് കുറച്ച് നമ്മളുടെ അന്തരീക്ഷത്തിലുണ്ട്. പിന്നെ കൂടുതലായിട്ടും ഈ സൾഫർ മോസ്റ്റ്ലി ഈ ഒരു സൾഫർ അറ്റ്മോസ്ഫിയറിലോട്ട് എൻ്റർ ആവുന്നത് വോൾക്കാനിക് എറപ്ഷനിലൂടെയാണ്. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഏതിലാണ്? സെഡിമെന്ററി സൈക്കിളിൽ വോൾക്കാനിക് എറപ്ഷനിൽ. അതൊക്കെ ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ കൂടുതലും ഭൂമിയുടെ അടിത്തട്ടിലാണ് ഉള്ളത്. അപ്പോൾ വോൾക്കാനിക് എറപ്ഷൻ എന്ന് പറയുമ്പോൾ ഭൂമിയുടെ അടിയിലുള്ള ആ ഒരു ദ്രാവകം ഈ വലിയ ബോംബ് സ്ഫോടനം പോലെ പുറത്തോട്ട് വരികയാണല്ലോ. അപ്പം അങ്ങനെ അതിലൂടെയൊക്കെയാണ് ഈ സൾഫർ, സെഡിമെന്ററി സർക്കുലേറ്റ്സ്, ഫോസ്ഫറസ്, കാൽഷ്യം, മാഗ്നീഷ്യം ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം വരുന്നത്. ഓക്കെ, അപ്പോൾ അത്രയേ ഉള്ളൂ. ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് സൈക്കിൾസിനെ കുറിച്ച് നമ്മൾ പഠിച്ചു. ഇനിയുള്ള ഒരു ലാസ്റ്റ് ടോപ്പിക്ക് എക്കോളജിക്കൽ സസീഷൻ ആണ്. എക്കോളജിക്കൽ സസീഷൻ ഈസ് ദ പ്രോസസ് ഓഫ് ചേഞ്ച് ഇൻ ദ സ്ട്രക്ചർ ഓഫ് സ്പീഷീസ് ഇൻ ആൻ ഏരിയ ഓഫ് ആൻ എക്കോളജിക്കൽ കമ്മ്യൂണിറ്റി ഓവർ എ പീരീഡ് ഓഫ് ടൈം. അപ്പോൾ എക്കോളജിക്കൽ സസീഷൻ എന്ന് പറയുമ്പോൾ ഒരു സ്ഥലത്തിലെ ഒരു രീതി. ഇപ്പോൾ നമ്മൾ പറയുകയാണ് കേരളം കംപ്ലീറ്റ് ആയിട്ട്, പണ്ടത്തെ ഒരു കേരളമായിരുന്നു ഇപ്പോഴത്തെ ഉള്ള കേരളം അല്ലല്ലോ, ഒരിക്കലും അല്ല, ഒരുപാട് ചേഞ്ച് വന്നു. അപ്പോൾ കംപ്ലീറ്റ് ആയിട്ട് ഒരു ലൊക്കാലിറ്റി അല്ലെങ്കിൽ ഒരു യൂണിറ്റിൽ വന്ന ആ ഒരു ചേഞ്ചിനെയാണ് എക്കോളജിക്കൽ സസീഷൻ എന്ന് പറയുന്നത്. 2 ടൈപ്പിലുള്ള എക്കോളജിക്കൽ സസീഷനുണ്ട്. ഒന്ന് പ്രൈമറി സസീഷനും ഉണ്ട്, രണ്ടാമത്തത് സെക്കൻഡറി സസീഷനും ഉണ്ട്. ഇപ്പോൾ നിങ്ങൾക്ക് മേ ബി എക്കോളജിക്കൽ സസീഷൻ എന്ന് പറയുമ്പോൾ മനസ്സിലായി കാണില്ല. 2 തരത്തിലുള്ള എക്കോളജിക്കൽ സസീഷൻ എന്ന് പറയുമ്പോൾ ഞാൻ പറഞ്ഞു പ്രൈമറി ഉണ്ട്, സെക്കൻഡറി ഉണ്ട്. ഇത് പറയുമ്പോൾ അത് കാര്യം പിടിയിട്ടു. പ്രൈമറി എന്ന് പറയുമ്പോൾ ആർട്ടിഫിഷ്യൽ അല്ലാത്ത അല്ലെങ്കിൽ നോർമൽ ആയിട്ടുള്ള കാര്യത്തിൽ നിന്ന് വന്നത്. എന്താ പറയാനേ, ഈ ഒരു പ്രകൃതിയിൽ നിന്ന് വന്ന it is initiated in new area which never had an ecological community. It can be a new rock surface, lands or lava flow. ഇപ്പോൾ ഒരു സ്ഥലത്ത് ഒരുപാട് ആൾക്കാർ നല്ല രീതിയിൽ അല്ലെങ്കിൽ ഒരുപാട് ജീവജാലങ്ങൾ നല്ല രീതിയിൽ ജീവിച്ചു പോവുകയാണ്. പെട്ടെന്ന് അവിടെ ഒരു വോൾക്കാനിക് എറപ്ഷൻ വരികയാണ്. വോൾക്കാനിക് എറപ്ഷൻ വന്നിട്ട് ആ ഒരു ഭൂപ്രകൃതി എല്ലാം ഇല്ലാതാവുകയാണ്. ആ ലാവ ഒലിച്ചു വന്ന് അവിടെ ഒരുപാട് നാശനഷ്ടം വന്നു, എല്ലാം ഇല്ലാതാവുകയാണ്. ഇല്ലാതായി വന്നിട്ട് പിന്നെ നൂറ്റാണ്ടുകൾക്ക് ശേഷം അവിടെ പിന്നെ ജീവിതം തുടങ്ങുകയാണ്. ഓക്കെ, അപ്പോൾ ആ ഒരു സ്ഥലം ഇല്ലാതായത് എങ്ങനെയാണ്? നാച്ചുറലി വന്ന ഒരു കാര്യം കൊണ്ടാണ്, അല്ലേ? നാച്ചുറലി ഒരു വോൾക്കാനിക് എറപ്ഷൻ എന്ന് പറയുമ്പോൾ അവിടെ ഉണ്ടായിരുന്നു, ആ ഒരു വോൾക്കാനോ ഉണ്ടായിരുന്നു. പക്ഷെ അശ്രദ്ധ കാരണം ഒരുപാട് പേര് മരണപ്പെട്ടു ആ ഒരു വോൾക്കാനോയുടെ എറപ്ഷൻ കാരണം. ഇപ്പോൾ നമ്മളുടെ ഇന്ത്യയിലെ വോൾക്കാനോയുടെ അടുത്ത് ഇപ്പം അങ്ങനെ വോൾക്കാനോ പൊട്ടിത്തെറിച്ചെന്ന് പറഞ്ഞ ആരുടെയും മരണം നമ്മൾ കേൾക്കാറില്ല. കാരണം വോൾക്കാനോയുടെ അടുത്ത് ഇപ്പം ആരും താമസിക്കാറില്ല. പക്ഷെ പണ്ട് ഇതൊന്നും അറിയാതെ വോൾക്കാനോയുടെ അടുത്ത് ഒരുപാട് പേര് താമസിച്ചിട്ടുണ്ട്. ഒരുപാട് പേര് വോൾക്കാനോ പൊട്ടിത്തെറിച്ച് അതിൽ നിന്ന് വന്ന ലാവ കൊണ്ടിട്ട് ചുട്ടെരിഞ്ഞ് മരിച്ചു പോയിട്ടുണ്ട്. ഓക്കെ, അങ്ങനെ ആ ഒരു ലാവ ആ ഒരു സ്ഥലം ഫുള്ള് ഇല്ലാതായിട്ട് നൂറ്റാണ്ടുകൾക്ക് ശേഷം അവിടെ പിന്നെ പുതിയൊരു മാറ്റമൊക്കെ ആയി വരികയാണ്. അപ്പൊ ആ ഒരു ടൈപ്പ് സക്സീഷൻ അല്ലെങ്കിൽ ആ ഒരു ടൈപ്പിനെയാണ് പ്രൈമറി സക്സീഷൻ എന്ന് വരുന്നത്. കാരണം എല്ലാം ഇല്ലാതായി, എല്ലാം മുടിച്ച് പണ്ടാരണെങ്കിൽ പോയി എന്ന് പറയാം. ഓക്കെ, അതിനുശേഷം അത് പിന്നെയും റീഗെയിൻ ആയിട്ട് വരികയാണ്. അതിനെയാണ് പ്രൈമറി സക്സീഷൻ എന്ന് പറയുന്നത്. ഇനി സെക്കൻഡറി സക്സീഷൻ എന്ന് പറയുമ്പോൾ habitat which gets disturbed or damaged, leading it to its destruction and result in movement of a new community is more common of the two succession and fire flood. Secondary succession എന്ന് പറഞ്ഞാൽ നമുക്ക് ഓൾറെഡി അവിടെ സംഭവം ഉണ്ടായിരുന്നു, പക്ഷെ അത് പിന്നെയും
ആ ഒരു കാരണം കൊണ്ട് വരികയാണ്. പിടിയിട്ടില്ല അല്ലേ? ഫ്ലഡാണ് ഇവിടെ എക്സാമ്പിൾ ആയിട്ട് കൊടുത്തിട്ടുള്ളത്. ഫ്ലഡ് എന്ന് പറഞ്ഞാൽ വെള്ളം എല്ലായിടും ഉള്ളതാണ്, പക്ഷെ ആ വെള്ളം കാരണം അതൊരു ദുരന്തമായിട്ട് മാറുകയാണ്. ഇപ്പൊ എക്സാമ്പിൾ കേരളത്തിൽ ഫ്ലഡ് വന്ന് ഒരുപാട് സ്ഥലം ഇല്ലാതായിപ്പോയി. അല്ല, ഒരു സുനാമി വന്നിട്ട് ഒരു പ്രദേശം, ഒരു വില്ലേജ് ഒറ്റപ്പെട്ടു പോയിട്ട് അവിടെയുള്ള അതൊരു എന്താ പറയുമല്ലോ, ഇപ്പോൾ ലക്ഷദ്വീപ് എന്നൊക്കെ പറഞ്ഞാല് വെള്ളത്തിനാൽ ചുറ്റപ്പെട്ട ഒരു പ്ലേസ് ആണ് മാൽദീവ്സ്. അങ്ങനെയുള്ള ദ്വീപുകൾ എങ്ങനെയാണ് ഫോം ചെയ്തത്? അവിടെ ആക്ച്വലി പണ്ട് ഒരുപാട് ആൾക്കാർ മേ ബി താമസിച്ചിട്ടുണ്ടാവാം, പക്ഷെ ഒരു സുനാമിയൊക്കെ വന്ന് വെള്ളം കയറി അവിടെയുള്ള ആൾക്കാരെല്ലാം മരിച്ചുപോയി, പിന്നെ അതൊരു ദ്വീപായി മാറി അല്ലേ? അങ്ങനെ ആ ഒരു പ്ലേസ് ഫുള്ള് നശിച്ചു പോയിട്ട് പിന്നെ അവിടെ ഒരു റീഗെയിൻ ആയിട്ട് ആൾക്കാരൊക്കെ ജീവിച്ചു വരികയാണ് നൂറ്റാണ്ടുകൾക്ക് ശേഷം. അങ്ങനെ ആ ഒരു സസീഷനെയാണ് സെക്കൻഡറി സസീഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ പ്രൈമറി സസീഷൻ എന്ന് പറയുമ്പോൾ ഭൂമിയിൽ അവിടെ നേരത്തെ ഉണ്ടായിരുന്ന ഒരു സംഭവം കാരണം, അല്ലെങ്കിൽ ഒരു എക്സാമ്പിൾ എന്താ പറയാ, വോൾക്കാനിക് ഇറപ്ഷൻ. വോൾക്കാനോ അവിടെ ഉണ്ടായിരുന്നു, പക്ഷെ അത് ഇങ്ങനെ ആ ഒരു ലൊക്കാലിറ്റി ഫുള്ള് ഇല്ലാതാക്കി പിന്നെ റീഗെയിൻ ആയിട്ട് വരികയാണ്. അതിനെയൊക്കെ വോൾക്കാനിക് ഇറപ്ഷനൊക്കെ ഈ പ്രൈമറി സസീഷനിലും, ഫ്ലഡ് അല്ലെങ്കിൽ ഈ ചുഴലിക്കാറ്റ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ സെക്കൻഡറി സസീഷനിലുമാണ് വരുന്നത്. ഓക്കെ, അപ്പോൾ ഇത് വളരെ അങ്ങനെ പഠിക്കാനുള്ളതല്ല, ജസ്റ്റ് വോൾക്കാനോട് അത് തന്നെ നമ്മളുടെ ടെക്സ്റ്റിലും കൊടുത്തിട്ടുള്ള, വേറെ ഡെഫിനിഷൻ ആയിട്ടൊന്നും പറഞ്ഞിട്ടില്ല കേട്ടോ. ഈ യൂണിറ്റിൽ ലാസ്റ്റ് എക്കോസിസ്റ്റം ആൻഡ് ഹ്യൂമൻ ഇന്റർവെൻഷൻ എന്ന് പറഞ്ഞൊരു ടോപ്പിക്ക് കൊടുത്തിട്ടുണ്ട്. ഇതില് നമ്മൾ എൻവയോൺമെന്റിൽ ലാസ്റ്റ് പഠിച്ച ആ കാര്യങ്ങൾ തന്നെയാണ് ഇവിടെയും പറഞ്ഞിട്ടുള്ളത്. എന്താണ്, മനുഷ്യര് കൂടുതൽ അവർ ഇന്റലിജന്റ് ആയതുകൊണ്ടും ഒരുപാട് ഡെവലപ്മെന്റ് ഒക്കെ കൊണ്ടുവന്നതിലൂടെ ഈ ഒരു ആഗോള വ്യവസ്ഥേനെ മനുഷ്യൻ തകർത്തുകൊണ്ടിരിക്കുകയാണ് അവരുടെ ഓരോ ടെക്നിക്ക് യൂസ് ചെയ്ത്. പക്ഷെ ഇത് പലതരത്തിലും ഒന്നും അറിയാത്ത മിണ്ടാപ്രാണികളെയും ജീവജാലങ്ങളെയും ഈ മനുഷ്യൻ ചെയ്യുന്ന പ്രവൃത്തികൾ അവരെയാണ് അഫക്റ്റ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ നിർബന്ധമായിട്ട് നമ്മളുടെ ആഗോള വ്യവസ്ഥ അല്ലെങ്കിൽ ആവാസ വ്യവസ്ഥയ്ക്ക് അനുസരിച്ച് ജീവിക്കാനായിട്ട് പഠിക്കണം. ആർട്ടിഫിഷ്യൽ ആയിട്ടുള്ള കാര്യങ്ങൾ കൊണ്ടുവരാതെ പ്രകൃതിയോട് ഇണങ്ങി പ്രകൃതിക്ക് ദോഷം വരാത്ത രീതിയിൽ ജീവിക്കാനായിട്ട് പഠിക്കണം. അതിനുള്ള ഓരോ പ്രോസസ്സും നമ്മൾ കൊണ്ടുവരണം. ഇതാണ് ഈ ഒരു ലാസ്റ്റ് ടോപ്പിക്കിൽ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ആക്ച്വലി ഇതിൽ പല കാര്യങ്ങളും നമ്മൾ ഫസ്റ്റ് യൂണിറ്റിൽ അവർ എൻവയോൺമെന്റ് എന്നുള്ള യൂണിറ്റിൽ പഠിച്ച പല കാര്യങ്ങളും തന്നെയാണ് ഈ എക്കോസിസ്റ്റവുമായിട്ട് റിലേറ്റ് ആയി നിൽക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇതിൽ നമുക്ക് എക്സ്ട്രാ എന്താണ് പഠിച്ചത്? നമ്മൾ ഫുഡ് ചെയിനെ കുറിച്ച് പഠിച്ചു അല്ലേ? ഫുഡ് ചെയിൻ, ട്രോപ്പിക് ലെവൽ, പിന്നെ പലതരത്തിലുള്ള സൈക്കിളിനെ കുറിച്ചും പഠിച്ചു. ഓക്കെ, അപ്പോൾ ഇതിൽ 1 വേർഡുകളൊക്കെ പഠിച്ചു വെക്കുക. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് നോക്കിയാൽ അത് തന്നെ ധാരാളമാണ്. ഓക്കെ, പിന്നെ ജസ്റ്റ് ഒന്ന് വായിക്കുക കേട്ടോ. ചുമ്മാ ഇരിക്കുന്ന ടൈമിൽ നമ്മൾ PSC ഒക്കെ പഠിക്കുന്ന പോലെയൊക്കെ വായിച്ചു പോയാൽ അതൊരു കുറച്ചുകൂടെ നോളജും കിട്ടും, മാർക്കും സ്കോർ ചെയ്യാൻ നല്ലതാണ്. ഓക്കെ, അപ്പോൾ ഈ യൂണിറ്റ് മനസ്സിലായെന്ന് പ്രതീക്ഷിക്കുന്നു. അടുത്ത യൂണിറ്റുമായിട്ട് കാണുന്നത് വരെ ഗുഡ് ബൈ.